الصلاة والسلام عليك يا سيدنا يا رسول الله خذ بأيدينا قلت حيلتنا أدركنا أرحم الراحمين يا الله പരിശുദ്ധ ഹജ്ജിന് ഈ വർഷം നിയ്യത്ത് ചെയ്ത എല്ലാവർക്കും തടസ്സങ്ങളില്ലാതെ പരിശുദ്ധ ഹറമൈൻ ഷരീഫൈനിൽ പോയി മഖബൂലും മബ്റൂറുമായ ഹജ്ജ് ഉംറ സിയാറത്തുകൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഹജ്ജിന് പുറപ്പെടുന്ന എല്ലാവർക്കും നീ തണലാകണേ അല്ലാഹ്. ഈ പരിശുദ്ധ ഹജ്ജ് പഠന ക്ലാസ് ഇവിടെ സംഘടിപ്പിക്കാൻ ഉത്സാഹിച്ച ഈ സ്ഥാപനത്തിൻ്റെയും പ്രസ്ഥാനത്തിൻ്റെയും സ്നേഹജനങ്ങൾക്കെല്ലാം നീ ഖൈർ നൽകണേ അല്ലാഹ് എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞങ്ങളുടെ കൂടെ മർക്കസിൻ്റെ ഹജ്ജ് സംഘത്തിൽ ഡോക്ടറായി വരാൻ നിശ്ചയിച്ച ഹംസ ഡോക്ടർ ഇപ്പോൾ അരമണിക്കൂർ മുമ്പ് മരണപ്പെട്ടു. അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്ത് നൽകുമാറാവട്ടെ. അദ്ദേഹം ഇവിടെ കുമളി ഹോസ്പിറ്റലിലാണ് സർവീസ് ചെയ്യുന്നത്. മാന്നാർ മെഡിക്കൽ കോളേജാണ്, അവിടെയാണ് ഇപ്പോൾ മരണം സംഭവിച്ചത്. മാന്നാർ ഇവിടുന്ന് അടുത്താണ്, കുറച്ചേ ഉള്ളൂ അല്ലേ? ഇൻഷാ അള്ളാഹു നമുക്കൊക്കെ ഖൈറായതിൻ്റെ തൗഫീഖിൽ ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാവട്ടെ. ഹജ്ജ് ക്ലാസ് എടുക്കാൻ അർഹതപ്പെട്ട ഉസ്താദുമാരാണ് ഈ സ്ഥാപനത്തിലുള്ള എല്ലാ ഉസ്താദുമാരും. നമ്മുടെ ഈ പരിസരത്തെല്ലാം ഹജ്ജ് ക്ലാസ് എടുക്കാൻ യോഗ്യരായ ഒട്ടേറെ ആലിമ്യങ്ങളുണ്ട്. പിന്നെ ഇങ്ങനൊരു ക്ലാസ്സിന് എന്നെ തിരഞ്ഞെടുത്തപ്പോൾ കുറച്ച് സമയം നമുക്കത് പഠിക്കാം. ഒരു കാര്യം പഠിക്കാൻ വേണ്ടി ഇരിക്കുമ്പോൾ നമ്മുടെ ശരീരം മുഴുവനും പഠിക്കണം. അതായത് നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ പാർട്സുകളും ഇൻപുട്ടിംഗ് യൂണിറ്റാണ്. ശരീരത്തിലേക്ക് വിവരശേഖരം എല്ലാ അവയവങ്ങളിൽ നിന്നുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സദസ്സിൽ സ്വഹാബാക്കൾ ഇരിക്കുന്നത് കണ്ടാൽ അവരുടെ കണ്ണും കേൾക്കുകയാണോ, അവരുടെ കൈയും കേൾക്കുകയാണോ, അവരുടെ കാലും കേൾക്കുകയാണോ എന്ന് തോന്നിപ്പോകും. ആ രൂപത്തിൽ അവയവങ്ങൾ മുഴുവനും കേട്ടിരിക്കും. അപ്പോൾ ഇൻപുട്ടിംഗ് യൂണിറ്റിൽ അത് പൂർത്തിയായി കിട്ടുമ്പോൾ അതിൻ്റെ ഒരു ഗുണം കേട്ടതെല്ലാം ഔട്ട്പുട്ടിംഗ് യൂണിറ്റിൽ തിരിച്ചു കിട്ടും. കേൾക്കുന്നിടത്ത് ഒരവയവത്തിൻ്റെ കുറവുണ്ടോ, തിരിച്ചെടുക്കുന്നിടത്ത് അതിൻ്റെ കുറവുണ്ടോ. ശരീരം മുഴുവനും എല്ലാ വിഷയത്തിലും പങ്കാളികളായാൽ അതിൻ്റെ ഒരു ഉന്മേഷം അത് വേറെ തന്നെയാണ്. നമ്മുടെ വീട്ടിൽ നമ്മുടെ മക്കളുണ്ട്, സ്കൂളിലേക്കും മദ്രസയിലേക്കും പോകും. സ്കൂൾ മദ്രസയിൽ പോകുന്ന കുട്ടികളെ രാവിലെ വീണ്ടും വിളിച്ചുണർത്തണം, എന്നിട്ട് പിന്നെയും ഒന്ന് വിളിക്കണം, പിന്നെയും ഒന്ന് വിളിക്കണം. അങ്ങനെ വിളിച്ചുണർത്തിയിട്ട് വേണം അവരെ തയ്യാറാക്കാൻ. അല്ലേ? അങ്ങനെ തന്നെ അല്ലേ? അതാണെങ്കിൽ ആണെന്ന് പറയാം, അല്ലെങ്കിൽ അല്ല. യെസ് ഓർ നോ, അതാണ് മുസ്ലിംസിനെ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം. നിങ്ങൾ അപ്പുറത്തെ റൂമിലും ഞാൻ ഇപ്പുറത്തെ റൂമിലും. ഞാൻ നിങ്ങളെ ആജി എന്ന് വിളിച്ചു, നിങ്ങളവിടുന്ന് ഇങ്ങനെ നിങ്ങളവിടെ ഉണ്ടോ എന്ന് ചോദിച്ചു. അതുകൊണ്ട് എനിക്കെന്താ കാര്യം? അതുകൊണ്ട് നിങ്ങളൊക്കെ വലിയ ആളുകളായിരിക്കും, അള്ളാഹു ഇനിയും വലുതാക്കി തരാം. ഞാനും അത്ര മോശമൊന്നുമല്ല, അള്ളാഹു റാഹത്താക്കണം. പക്ഷേ കുറച്ച് സമയം
കുറച്ച് സമയം നിങ്ങൾ കുട്ടികളും ഞാൻ ഉസ്താദും. അപ്പം നമ്മളെ ക്ലാസ് നടക്കും. അതിന് നിങ്ങൾ തയ്യാറല്ലെങ്കിൽ ഞാൻ പിന്നെ ഒരു വഴന്ന് പറയാം. എന്നാൽ പിന്നെ നിങ്ങൾക്ക് ഉറങ്ങിയാലും കുഴപ്പമില്ല, എനിക്കങ്ങനെ സംഭവം കുഴപ്പമില്ല. അതിലേതാ വേണ്ടത്? ക്ലാസ്. എന്നാൽ പിന്നെ നിങ്ങൾ എൻ്റെ കൂടെ ചേർന്ന് ഇങ്ങനെ പോരണം, അപ്പോഴേ ക്ലാസ് ആകും. അപ്പം നമ്മളെ ഇൻപുട്ടിങ് യൂണിറ്റിൽ പൂർത്തിയായി കിട്ടിയാൽ ഔട്ട്പുട്ടിങ്ങിൽ ഫുള്ള് കിട്ടും. കുട്ടികൾ ഉറങ്ങി രാവിലെ മദ്രസയിൽ പോകാൻ വിളിച്ചാലും എഴുന്നേൽക്കൂല അല്ലേ? അതേ സമയത്ത് ഒരു ദിവസം ഉറങ്ങുമ്പോൾ പറഞ്ഞു നാളെ ടൂറാണ്, നാളെ ഊട്ടിയിലേക്ക് ടൂറ് പോകുന്നു എന്ന് പറഞ്ഞു അല്ലേ? നാളെ ഊട്ടി മൈസൂരൊക്കെ ടൂറ് പോകുകയാണെന്ന് പറഞ്ഞു. അന്ന് കാലത്ത് ആദ്യം എഴുന്നേൽക്കുക ആരാ? ദിവസം വിളിച്ചുണർത്തുന്ന ഉമ്മായും ഉപ്പായും ഒക്കെ എഴുന്നേൽക്കുന്നതിന് മുമ്പ് കുട്ടികൾ ഉണർന്ന് ഒക്കെ കുളി കഴിഞ്ഞിട്ടുണ്ടാവും, അവരത്ര ഒരുങ്ങിയിട്ടുണ്ടാവും. എന്താ കാരണം? ടൂറ് പോകാൻ ഒരുങ്ങിയപ്പോൾ കയ്യും ടൂറിലാണ്, കണ്ണും ടൂറിലാണ്, കാലും ടൂറിലാണ്, മൂക്കും ടൂറിലാണ്, എല്ലാം ടൂറിലാണ് അല്ലേ? അതെ. അപ്പം നമ്മുടെ ഉള്ളും പുറവും ടൂറിൻ്റെ ഒപ്പം നിൽക്കുകയാണ്. അപ്പം നമ്മളെല്ലാം സജീവമാകും അല്ലേ? നല്ല ചൂടുള്ള ബിരിയാണി, അല്പം വിശപ്പുണ്ട്, കൈ കഴുകി വന്നാൽ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എങ്ങനെ ഇരിക്കുന്നത്? കണ്ടിട്ടുണ്ടോ? എല്ലാം ആക്റ്റീവാണ്, എല്ലാവരും ആക്റ്റീവാണ്. ശരീരവും മനസ്സും എന്താണ് ആ വിഷയത്തിലുണ്ട്. അപ്പം നമ്മൾ ഇരിക്കുന്ന വിഷയത്തിൽ മനസ്സും ശരീരവും ഉണ്ടോ പഠനം എളുപ്പമാകും. ശരീരം ഉണ്ട്, മനസ്സില്ല. കണ്ണ് നമ്മളൊപ്പമുണ്ട്, കാത് നമ്മളൊപ്പമല്ല. കണ്ണും കാതും ഒക്കെ എങ്ങനെ ഇരിക്കുന്നുണ്ട്, കാലുകൊണ്ട് വേറെയാണ് പണി. കയ്യും കാലും ഒക്കെ റെഡി തന്നെയാണ്, മനസ്സ് വേറെ എവിടെയാണ്. ഈ പഠനത്തിന് ഇൻപുട്ടിങ് യൂണിറ്റിൽ കൊടുക്കേണ്ട അടുത്ത് കമ്മി വന്നതുകൊണ്ട് ഔട്ട്പുട്ടിങ്ങിൽ തീർച്ചയായും കുറവ് വരും. അപ്പം അതുകൊണ്ട് ഒന്ന് നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കണം. ഞാൻ ഇന്നലെ രാത്രി 9 മണിക്ക് നിലമ്പൂരിൽ നിന്ന് പുറപ്പെടുന്ന ട്രെയിനിന് കയറിയിട്ട് ഇവിടെ എത്തുമ്പോൾ 6 മണിയായി. ഇനി എനിക്ക് തിരിച്ച് അതേപോലെ യാത്ര ചെയ്യണമെങ്കിൽ അത്രയും പ്രയാസമാണ്. എന്നാലും ഹജ്ജിന് പോകുന്ന ആളുകൾക്ക് വേണ്ടി ഒരു ക്ലാസ് ത്വാഹ മുസ്ലിയാർ പറഞ്ഞപ്പോൾ അത് സ്വീകരിക്കാം. അപ്പോൾ അത് നമുക്ക് ഫലപ്പെടണമെങ്കിൽ നമ്മളൊന്ന് ചേർന്ന് നിൽക്കണം. അള്ളാഹു ഖൈറ് തരട്ടെ. ഇത്രയും ആമുഖം പറഞ്ഞ് ഞാൻ വിഷയത്തിലേക്ക് വരാം. വിശുദ്ധ ഖുർആനിൽ പേര് പറഞ്ഞിരിക്കുന്ന ഒരു സൂറത്താണ് സൂറത്തുൽ ഹജ്ജ്. ഖുർആനിൽ ഒരധ്യായത്തിന് ഹജ്ജ് എന്ന് പേര് വെച്ചപ്പോൾ അതിൻ്റെ പ്രാധാന്യം ഇനി അധികം പറയേണ്ടതില്ലല്ലോ, അത്ര പ്രധാനം. ഹജ്ജ്, ഉംറ, മദീന സിയാറ, ഇത് മൂന്നും ചേർന്നതാണ് നമ്മുടെ ഒരു യാത്ര. ഈ യാത്രയിൽ ഉംറ പലപ്പോഴും നിർവഹിച്ച ആളുകൾ ഇക്കൂട്ടത്തിലൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് ഉംറയെ സംബന്ധിച്ച് ഞാൻ വിശദീകരിക്കുന്നില്ല. ഹജ്ജ് ചെയ്തവരും അനുഭവമുള്ളവരും കുറവായിരിക്കും. അപ്പം അതുകൊണ്ട് നമുക്കൊരു ഹജ്ജ് ചെയ്യാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനി നിങ്ങൾ പറയാം ഏതാ വേണ്ടത്? ഹജ്ജും ഉംറയും മദീനയും എല്ലാം കൂടി 2 ക്ലാസ്സിൽ 2 മണിക്കൂർ കൊണ്ട് നടക്കൂല. നിങ്ങൾക്ക് അത്യാവശ്യമുള്ളത് ഏതാണെന്ന് വെച്ചാൽ ആ ക്ലാസ് എടുക്കാം. ഉംറയാണോ ഹജ്ജാണോ? ഒന്ന് പഠിച്ചാൽ തന്നെ അതിൻ്റെ കൂടെ മറ്റതൊക്കെ ചേർന്ന് വരും. എന്തുകൊണ്ട്? ഉംറ എന്ന് പറഞ്ഞാൽ അതിന് 4 ഫർളാണ്. എത്ര ഫർളാണ്? 1 ഇഹ്റാം ചെയ്യുക, 2 കഅബ ശരീഫ് തവാഫ് ചെയ്യുക, 3 സഫാ മർവയിൽ സഅയ് ചെയ്യുക, 4 ഇത് കഴിഞ്ഞിട്ട് മുടിയെടുക്കുക, 5ാമത്തെ ഒരെണ്ണം കൂട്ടിയാൽ ഇത് വഴിക്ക് വഴി ചെയ്യുക. അപ്പോൾ ഉംറ. ഇനി നമുക്ക് ഹജ്ജ് പറയാം. ഹജ്ജിന് 6 ഫർളാണ്. എത്ര ഫർളാണ്? 1 ഇഹ്റാം ചെയ്യുക, 2ാമത്തെ 1 അറഫയിൽ ഒരുമിച്ച് കൂടുക, 3ാമത്തെ 1 കഅബ ശരീഫ് തവാഫ് ചെയ്യുക, സഫാ മർവയിൽ സഅയ് ചെയ്യുക, മുടി എടുക്കുക. അപ്പോൾ ഹജ്ജ് ശരിയായി രൂപം ചെയ്താൽ എന്തു മതി? ഉംറയും കൂടി അതിലുള്ള വരുന്ന രീതിയാണ് അല്ലേ? ഹജ്ജിന് 6 ഫർള്. 1 ഇഹ്റാം ചെയ്യുക, 2 അറഫയിൽ എത്തിച്ചേരുക, 3 കഅബ ശരീഫ് തവാഫ് ചെയ്യുക,
4 സഫാ മർവയിൽ സഅയ് ചെയ്യുക, 5 മുടി എടുക്കുക, 6 വഴിക്ക് വഴി ചെയ്യേണ്ടത് ആ രൂപത്തിൽ പൂർത്തീകരിക്കുക. ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഹജ്ജിൻ്റെ അമലിൽ ഏതും വരുന്നുണ്ട്, ഉംറയും വരുന്നുണ്ട്. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് പഠിച്ചാൽ നമുക്ക് രണ്ടും കിട്ടും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇനി നമുക്ക് ഹജ്ജായാലും ഉംറയായാലും ചെയ്യേണ്ടത് മക്കത്തുൽ മുകറമയിലാണ്. എന്താ വ്യത്യാസം? ഉംറ നാട്ടിൽ നിന്ന് ഇഹ്റാം ചെയ്ത് മക്കയിൽ മാത്രം പൂർത്തിയാകും. ഹജ്ജോ? ഹജ്ജ് അങ്ങനെയല്ല. ഹജ്ജ് നോക്കിക്കോളൂ, ഹജ്ജ് ദുൽഹിജ്ജ മാസം 7, 8, 9, 10, 11, 12, 13 ഒരാഴ്ച സമയം. 2 മക്കത്തുൽ മുകറമ, മിന താഴ്വര, അറഫ മൈതാനി, മുസ്ദലിഫ, വീണ്ടും മിന, വീണ്ടും മക്കത്തുൽ മുകറമ, വീണ്ടും മിന. അപ്പോൾ 7 ദിവസം കൊണ്ട് ഇത്രയും സ്ഥലങ്ങളിലൊക്കെ യാത്ര ചെയ്ത് അധ്വാനിച്ച് ചെയ്യേണ്ടതാണ് ഹജ്ജ്. അപ്പോൾ ഇബാദത്തുകൾക്ക് 3 വിഷയവുമായി ബന്ധമുണ്ട്. 1 തക്ലീഫുൽ ഖൽബ്, മനുഷ്യൻ്റെ ഹൃദയവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആരാധനാ കൽപ്പനകൾ. 2 തക്ലീഫുൽ ബദൻ, ശരീരവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആരാധനാമുറകൾ. 3 തക്ലീഫുൽ മാൽ, സമ്പത്തുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആരാധനാമുറകൾ. ഇത് 3ഉം ചേർന്ന് വരേണ്ടതാണ് ഹജ്ജ്. നോമ്പെടുക്കാൻ പണം ആവശ്യമില്ല, അല്ലേ? അങ്ങനെ ഓരോന്നിനും വിശദീകരിക്കേണ്ട കാര്യമില്ലല്ലോ. നമുക്ക് അള്ളാഹു തന്ന അനുഗ്രഹങ്ങൾ എന്തൊക്കെയുണ്ടോ അതൊക്കെ ചേർന്ന് ചെയ്യേണ്ടതാണ് ഹജ്ജ്. അതുകൊണ്ട് തന്നെ ഹജ്ജ് പൂർത്തിയായി ചെയ്യാൻ ഭാഗ്യം അള്ളാഹു തരട്ടെ. എങ്കിൽ അവൻ്റെ പ്രതിഫലം അതാണ്, ഇതാണ്, മറ്റതാണ്, ഇത്ര എണ്ണമാണ് എന്നൊന്നും പറയാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ഖുർആനും ഹദീസുമൊക്കെ പഠിപ്പിച്ചത് ഹജ്ജ് ചെയ്യാൻ ഭാഗ്യം ലഭിച്ചാൽ ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന. അള്ളാഹു സ്വീകരിക്കുന്ന ഹജ്ജാണോ അതിൻ്റെ പ്രതിഫലം സ്വർഗമാണെന്ന് മുഹമ്മദ് മുസ്തഫ. ഇനി നമ്മൾ പഠിക്കുക, അത്രയും പ്രധാനപ്പെട്ട ഹജ്ജ് കർമ്മം അത് ചെയ്യാൻ വേണ്ടി, ഹജ്ജിന് വേണ്ടി ഒരുങ്ങുന്ന ഒരാളുടെ മനസ്സ്, നമ്മളൊരു വിഷയത്തിന് വേണ്ടി ഒരുങ്ങുമ്പോൾ അതിൻ്റേതായ ഒരു ബഹുമതി നമ്മുടെ ഹൃദയത്തിൽ വേണം, അല്ലേ? ഒരു വിശുദ്ധ ഖുർആൻ നമ്മുടെ കയ്യിൽ പിടിക്കുമ്പോൾ അത് ഒരു ഇംഗ്ലീഷ് പുസ്തകം പിടിച്ച പോലെയാണോ നമ്മളെ മനസ്സ്? അത് രണ്ടും തമ്മിൽ എന്താണ്? രണ്ടും 2 പുസ്തകമാണ്. പക്ഷെ ഖുർആൻ എടുക്കുന്ന ആളുടെ മനസ്സ്, അല്ലാ എനിക്ക് ഒതുണ്ടോ, അല്ലേ? ഖുർആൻ പിടിക്കാൻ പോകുന്ന ആളെ, അല്ലാ എനിക്ക് ഒതുണ്ടോ, ഞാൻ സുബഹിക്ക് എടുത്ത ഒതു ഇപ്പോൾ ഉണ്ടോ ഇല്ലേ? ഉണ്ടെന്നും ഇല്ലെന്നും. അപ്പോൾ നമ്മൾ മുസാഫ് തൊടും. ഉണ്ടെന്ന് ഉറപ്പിച്ചാൽ അപ്പോഴേ മുസാഫ് എടുക്കും, അല്ലേ? അപ്പം നമ്മൾ കണ്ട നിങ്ങൾ ആ മുസാഫ് എന്ന ഗ്രന്ഥത്തെ നമ്മൾ എടുക്കുന്നത് തന്നെ എങ്ങനെയാണ്? അതിൻ്റേതായ ഒരാദരവും ബഹുമതിയും അതിനെ നിലനിർത്തി. ഇതാണ് മുസാഫ്, അല്ലേ? നമ്മളെ ഉമ്മ പണ്ടേ പഠിപ്പിച്ചു തന്നത്. ആ മുസാഫ് ഇങ്ങനെ എടുക്കുമ്പോൾ ഒരാദരവ്, ആ മുസാഫ് ഓതി കഴിയുമ്പോൾ തിരിച്ചങ്ങോട്ട് വെക്കുമ്പോൾ ഒരാദരവ്. ഒരു സാധനത്തെ സമീപിക്കുന്നത് തന്നെ ആ അർത്ഥത്തിലായിരിക്കണം. അത് എല്ലാ വിഷയത്തിലും നമുക്ക് കാണാം. ഇന്ന് കാലത്ത് നമുക്ക് ഒരു കേസുമായി ബന്ധപ്പെട്ട് പോലീസ് സ്റ്റേഷനിൽ പോകാനുണ്ട്. മറ്റൊരാൾക്ക് കേസുമായി ബന്ധപ്പെട്ട് കോടതിയിൽ പോകാനുണ്ട്. വേറെ ഒരാൾക്ക് രാവിലെ ഒരു സൽക്കാരത്തിന് പോകാനുണ്ട്. ഇവർക്ക് 3 ആൾക്കും പോകുന്നത് ഒരേ മനസ്സാണോ? ഇവർ 3 ആളും വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് ഒരു മനസ്സാണോ?
പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്ന ആളെ മനസ്സ്, അല്ലേ? കോടതിയിലേക്ക് പോകുന്ന ആളെ മനസ്സ്, മരണ വീട്ടിലേക്ക് പോകുന്ന ആളുടെ മനസ്സ്, സൽക്കാരത്തിന് പോകുന്ന ആളുടെ മനസ്സ് വ്യത്യാസമാണോ? അല്ലേ? എങ്കിൽ ഹജ്ജിന് പുറപ്പെടുന്ന ആളുടെ അവൻ്റെ മനസ്സ് മുഴുവനും, അവൻ്റെ കൽബ് മുഴുവനും അത് എന്തായിരിക്കണം? അല്ലാഹ് എന്ന വിചാരത്തിൽ കഅബ ഷരീഫിൽ നിറഞ്ഞു നിൽക്കണം. ഉള്ളിൽ എന്താണോ ഉള്ളത് അതാണ് പുറത്തേക്ക് പ്രകടമാകുക, അല്ലേ? നിങ്ങൾ എന്നെ കാണുമ്പോൾ ഒന്ന് ചിരിച്ചു, അത് നമ്മൾ തമ്മിലൊരു സന്തോഷമാണ്. ഏതെങ്കിലും കാരണത്താൽ നമ്മൾ തമ്മിലൊരു വെറുപ്പുണ്ടെങ്കിൽ കാണുന്ന സമയത്ത് ആ ചിരി വരുമോ? വരില്ല. അപ്പം നമ്മുടെ മുഖത്തിൻ്റെ വ്യത്യാസം ഉണ്ടോ? ഇല്ലേ? അപ്പം നമ്മുടെ ശരീരം, മനസ്സ് അള്ളാഹുവിൻ്റെ കഅബ ഷരീഫിലേക്ക് രണ്ടും ഒരുമിച്ച് നിൽക്കണം. മനസ്സും അല്ലാഹ്, ശരീരവും അല്ലാഹ്, വസ്ത്രവും അല്ലാഹ്, എല്ലാം അല്ലാഹ്. ഇതാണ് ഹജ്ജിൻ്റെ ഒരു പ്രത്യേകത. അതിന് നമ്മളെ അള്ളാഹു തയ്യാറാക്കുന്നത് കണ്ടോ നിങ്ങൾ? ഇപ്പം നമ്മൾ ഹജ്ജിന് വേണ്ടിയിട്ട് പോകാൻ ഒരുങ്ങിയാൽ ഏറ്റവും ആദ്യത്തേത് ഹജ്ജിൻ്റെ നിയ്യത്താണ്. അതിനാണ് ഇഹ്റാം എന്ന് പറയാം. നിയ്യത്തിനാണ് എന്ത് എന്ന് പറയുന്നത്? ഇഹ്റാം. അത് ഓരോന്നിനും ചേർത്താണല്ലോ പറയാം, അല്ലേ? ഹോസ്പിറ്റലിലേക്ക് ഒരു രോഗി വന്നാൽ ഡോക്ടർ എന്ത് പറയും? ഒരു പേഷ്യൻ്റ്, അല്ലേ? മദ്രസയിലോ സ്കൂളിലോ ഒരു കുട്ടി ചേർന്നാൽ എന്തു പറയും? ഒരു വിദ്യാർത്ഥി. ഒരു സ്കൂളിലെ അധ്യാപകൻ വന്നാൽ എന്തു പറയും? ഒരു സ്റ്റാഫ്. ഒക്കെ എന്തുതന്നെയാണ്? അഡ്മിഷൻ കിട്ടിയാണ്. ഓരോന്നിലേക്ക് എന്ന പോലെ നിസ്കാരത്തിന് നിയ്യത്ത്, ഹജ്ജിനോ ഇഹ്റാം. അപ്പോൾ ഇഹ്റാം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഹജ്ജിൽ പ്രവേശിക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്യുക. ഇനി നമ്മളെന്താ നിയ്യത്ത് എന്നാണ് പഠിക്കേണ്ടത്. എന്താണ് നിയ്യത്ത്? നിയ്യത്ത് എന്ന് പറഞ്ഞാൽ ഷഹാദത്തി കലിമ പോലെയാണ്. എന്താ ഷഹാദത്തി കലിമ നമ്മൾ പഠിച്ചത്? ഷഹാദത്തി കലിമ അർത്ഥം അറിഞ്ഞ് മനസ്സിൽ ഉറപ്പിച്ച്, പിന്നെ അർത്ഥം അറിഞ്ഞ് വെറുതെ അങ്ങ് ചൊല്ലിപ്പോയാൽ പോരാ. മദ്രസയിലൊരു ഉസ്താദ് വന്നിട്ട് പറഞ്ഞു, ഇന്നത്തെ പാഠം ഖിയാമന്നാളാണ്. ഇന്നത്തെ പാഠം എന്താണ്? ഖിയാമന്നാൾ. ഖിയാമന്നാളിന് ദജ്ജാൽ വരും, സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിക്കും, മലകളൊക്കെ പാറിപ്പോകും, അങ്ങനെയൊക്കെ കൂടെ ഇയാൾ ഭയങ്കര ക്ലാസ്. അപ്പോൾ ഒരു കുട്ടി എഴുന്നേറ്റ് ചോദിച്ചു, ഉസ്താദെ അന്ന് മദ്രസ ഉണ്ടാകുമെന്ന്. കുട്ടിക്കിപ്പോൾ ആ ക്ലാസ് എന്താ ഫലം ചെയ്തത്? എന്നാ മാതിരി നിങ്ങൾ ആ കുട്ടി ചോദിച്ച മാതിരി ചോദിക്കുന്ന രീതിയിൽ ഇരുന്നാൽ പറ്റൂല. അള്ളാഹു ഖൈറ് തരട്ടെ. അപ്പം ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, ഷഹാദത്തി കലിമ അർത്ഥം അറിഞ്ഞ് മനസ്സിൽ ഉറപ്പിച്ച് നാവ് കൊണ്ട് പ്രഖ്യാപിക്കുക, അതല്ലേ ഷഹാദ്? എങ്കിൽ അത് തന്നെയാണ് നിയ്യത്ത്. നമ്മൾ എന്താണോ ചെയ്യാൻ പോകുന്നത് ആ ചെയ്യാൻ പോകുന്ന കാര്യത്തെ മനസ്സിൽ അറിഞ്ഞ് ഹൃദയത്തിൻ്റെ സാന്നിധ്യം അതിന് ഉറപ്പ് വരുത്തി, എന്നിട്ട് ശരീരത്തെ തയ്യാറാക്കാൻ നാവ് കൊണ്ട് ഒന്ന് പ്രഖ്യാപിക്കാം. ഉസല്ലി ഫറള സ്വലാത്തുൽ ദുഹരി 4 റക്അ മുത്തവജ്ജിയൻ ഇലൽ കഅബത്തി ശരീഫ. ളുഹർ എന്ന ഫറളിനെ 4 റക്അത്ത് കഅബ ഷരീഫിലേക്ക് മുന്നിട്ട് ഞാൻ നിസ്കരിക്കുന്നു, അല്ലേ? അപ്പോൾ മനസ്സിൽ ഉറപ്പിക്കണം, എന്താണെന്ന് അറിഞ്ഞു ഉറപ്പിക്കണം, എന്നിട്ട് നമ്മുടെ നാവ് കൊണ്ട് അതാണ് നിയ്യത്ത്. അപ്പം നമ്മൾ ഹജ്ജിൽ പ്രവേശിക്കുന്ന നിയ്യത്ത് അതാണ് ഏത് എന്ന് പറഞ്ഞത്? ഇഹ്റാം. അതാണ് ഏത് എന്ന് പറഞ്ഞത്? ഇഹ്റാം. ഓരോന്നിനും ഓരോ ഒരുക്കമുണ്ട്, ഓരോന്നിനും അതിൻ്റെതായ ഒരു മുന്നൊരുക്കമുണ്ട്, അല്ലേ? നിസ്കാരത്തിൻ്റെ മുന്നൊരുക്കം വുളുവാണ്. നിസ്കാരത്തിൻ്റെ മുന്നൊരുക്കം എന്താ? വുളുവാണ്, അല്ലേ? ചിലപ്പോൾ നമ്മൾ വുളുവിനെ പറ്റി അത്ര മനസ്സിലാക്കിയിട്ടുണ്ടാവും. വുളുവല്ലേ, അല്ലേ? ഇപ്പോൾ ഒരു പയ്യൻ പെട്ടെന്ന് പള്ളിയിൽ കയറി നിസ്കരിച്ചു പോയി. അപ്പോൾ അവനോടൊരു കാരണോട് ചോദിച്ചു, അല്ലോടോ ഇതെന്ത് നിസ്കാരം? അതൊക്കെ എക്സ്പീരിയൻസ് ആയിപ്പോയി. അല്ലാഹ്, 70 വയസ്സായ വല്യപ്പായെക്കാട്ടിലും 20 വയസ്സായ ഇവൻ എന്തായിപ്പോയി? ആ എക്സ്പീരിയൻസിൽ അതല്ല. വുളു ചെയ്യുമ്പോൾ മനുഷ്യൻ്റെ ഉള്ളും പുറവും ഒന്ന് ശുദ്ധീകരിക്കണം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം
അൽഹംദുലില്ലാഹി അല്ലദീ ജഅലൽ മാഅ തഹൂറ. 3 പ്രാവശ്യം കഴുകിയപ്പോൾ 3 ദിക്റുണ്ട്. ഉണ്ടോ ഇല്ലേ? ഉണ്ട്. ദിക്റ് കൊണ്ട് കഴുകിയപ്പോൾ ഉള്ളു ശുദ്ധിയായി, വെള്ളം കൊണ്ട് കഴുകിയപ്പോൾ പുറം ശുദ്ധിയായി. അങ്ങനെ എല്ലാ അവയവങ്ങളും 3 പ്രാവശ്യം കഴുകി ശുദ്ധീകരിച്ചു വരുന്ന ഒരു പാസ്പോർട്ടാണ് വുളു. ഒരു പാസ്പോർട്ടാണിത് വുളു. ഇവിടെ ഇപ്പോൾ സാറിനെ പോലത്തെ ആളുകളൊക്കെ ഉള്ളതുകൊണ്ട് ക്ലാസ്സിന് കുറച്ച് സന്തോഷമുണ്ട്. എന്തുകൊണ്ട്? നിങ്ങളൊക്കെ കുറേ ഗവൺമെൻറ് ഉദ്യോഗമൊക്കെ ആയിട്ട് അങ്ങനെയൊക്കെ റിട്ടയർമെൻറ്റ് കിട്ടിയിരിക്കുന്ന ആളുകളെ ഇപ്പോൾ പറഞ്ഞാൽ വേഗം മനസ്സിലാകും. പിന്നെ ഞാൻ കുറച്ച് സാവധാനം പറയുന്നത് അത്ര പെട്ടെന്ന് മനസ്സിലാകാത്തവരും ആദ്യമായിട്ട് ക്ലാസ് കേൾക്കുന്നവരും ഒക്കെ ഉണ്ടാകും. അപ്പോൾ പിന്നെ എന്ത് ചെയ്യണം? കുറച്ചൊരു സാവധാനത്തിൽ പോകണം. ഞാൻ സ്പീഡ് കൂട്ടണോ കൂട്ടണ്ടേ? നിങ്ങൾക്കൊരു പ്രയാസം തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ച് വേഗതയാക്കാം. എന്താ വേണ്ടത്? പിന്നെ എന്താണെന്നറിയോ, ഞാൻ എൻ്റെ വാപ്പായെയും കൊണ്ട് ഹജ്ജിന് പോയി. വാപ്പാക്ക് നടത്തം കുറച്ച് സ്പീഡ് കുറവാണ്, ഞാൻ വേഗത്തിൽ നടക്കും അല്ലേ? അപ്പം ഞാൻ ആരെ കണക്കാക്കി നടക്കണം? എന്നെ കണക്കാക്കി വാപ്പ നടക്കണം, വാപ്പാനെ കണക്കാക്കി ഞാൻ നടക്കണം? വാപ്പ എന്നെ നോക്കാൻ വന്നതോ ഞാൻ വാപ്പാനെ നോക്കാൻ പോയതോ? എന്തിനു പോയതാ? മകൻ വാപ്പാനെ നോക്കാൻ വേണ്ടി പോയതാ സാർ. പക്ഷെ ഇവൻ വേഗത്തിൽ നടന്ന് വാപ്പ നോക്കുമ്പോൾ പുറകിൽ അങ്ങനെ വരും. അപ്പോൾ അവൻ കുറേ അങ്ങോട്ട് പോയിട്ട് വാപ്പാനോട് വേഗം വാ, വേഗം വരാനാണെങ്കിൽ ഇവൻ കൂട്ടണം. അപ്പം നമ്മൾ മറ്റൊരാളെ സഹായിക്കാൻ വേണ്ടി പോകുന്നുവെങ്കിൽ അയാളുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് എങ്ങനെ നടക്കും അതിന് നമ്മൾ പാകപ്പെടണം. അപ്പം നിങ്ങളെ കൂട്ടത്തിൽ കുറച്ച് പഠിച്ച ആൾക്കും ലേശൊരു വിവരമുള്ള ആൾക്കും തോന്നും ഇതൊക്കെ ഇപ്പോൾ എല്ലാവർക്കും അറിയുന്നത് തന്നെയല്ലേ. തീരെ പഠിച്ചിട്ടില്ലാത്ത ആൾക്ക് തോന്നും അല്ലാ ഇത് കിട്ടിയത് നന്നായി. ഞാൻ ആരെയാണ് പരിഗണിക്കുക? ഞാൻ ഈ രണ്ടാമത്തെ ആളാണ് പരിഗണിക്കുക. അല്ലാഹു തആല ഖൈറ് തരട്ടെ. ഹബീബുന മുഹമ്മദ് മുസ്തഫ. അപ്പം നമ്മൾ ഷഹാദത്ത് കലിമ അർത്ഥം അറിഞ്ഞ് മനസ്സിൽ ഉറപ്പിച്ച് നാവുകൊണ്ട് എന്ന പോലെ ഏതൊന്നിൻ്റെയും നിയ്യത്ത് നോമ്പാണ്. നബയിത്തു സൗമഗദിൻ അൻ അദാഇ ഫർള് റമളാനി ഹാദിഹി സനത്തി ലില്ലാഹി തആല അല്ലേ? മനസ്സിൽ ഉറപ്പിച്ചതിനെ നാവ് കൊണ്ട് ഒന്ന് പ്രഖ്യാപിക്കുക. അപ്പം നമ്മുടെ ശരീരവും റെഡിയായി, മനസ്സും റെഡിയായി. ഇങ്ങനെ ഒരു തയ്യാറെടുപ്പ് സാധാരണ വുളു അല്ലേ? വുളു എടുക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം. നമ്മളിപ്പോൾ ഇവിടുന്ന് എവിടെ പോവുകയാണ്? ഹജ്ജിന് പോവുകയാണ്. പാസ്പോർട്ട് വേണോ വേണ്ടേ? വേണം. വിസ വേണോ വേണ്ടേ? വേണം. അപ്പോൾ നമ്മുടെ ആരാധന പ്രകാരം ആരാധന കൊണ്ട് സ്വർഗത്തിലെത്തണമെങ്കിൽ സ്വർഗം ഒരു വിദേശമാണ്. നമ്മളിവിടെ ഭൂമിയിലെ സ്വദേശികളാണ് അല്ലേ? ഭൂമിയിൽ നിന്ന് വരുന്ന സ്വദേശികൾക്ക് സ്വർഗം എന്നത് കിട്ടണമെങ്കിൽ വുളു എന്ന പാസ്പോർട്ടിൽ നിസ്കാരം എന്ന വിസ അടിക്കണം. വുളു എന്ന പാസ്പോർട്ടിൽ തവാഫ് എന്ന വിസ അടിക്കണം. അതാ. അപ്പം വുളു എന്നതൊരു പാസ്പോർട്ടാണ്, ആരാധന വിസയാണ്. പാസ്പോർട്ട് ശരിയില്ലെങ്കിൽ സാറേ ഇവിടെ നിന്ന് അങ്ങ് പോകാൻ പറ്റുമോ? പറ്റില്ല. അപ്പം അതുകൊണ്ട് നമ്മൾ ഇഹ്റാമിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് കുളി, വുളു പോലത്തെ പാസ്പോർട്ട് ക്ലിയറാക്കണം. അത് ക്ലിയറാക്കുമ്പോൾ എങ്ങനെയാണ് ക്ലിയറാക്കേണ്ടത്? നഖം മുറിച്ച് ക്ലിയറാക്കുക, താടിയൊക്കെ ഒന്ന് ഒപ്പിച്ച് റെഡിയാക്കിയിട്ട് ക്ലിയറാക്കുക. ഹജ്ജിന് പോണ ബേജാറിലങ്ങ് പഠിച്ചു വേണ്ട, ഒന്നിങ്ങനെ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്താൽ മതി. പിന്നെ നമ്മളങ്ങനെ താടി, മുടി, നമ്മുടെ കക്ഷരോമങ്ങൾ, ഗുഹ്യരോമങ്ങൾ, ശരീരത്തിൽ അങ്ങനെ അഴുക്കായി നിൽക്കുന്ന സ്ഥലങ്ങൾ ഇതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി അങ്ങനെ നിൽക്കണം. ഇപ്പം നമ്മുടെ പല്ലിന് നല്ല വെളുപ്പാണ്, അതേ വെളുപ്പ് ഏതിനും വരണം, കാലിൻ്റെ നഖത്തിനും വരണം. പക്ഷേ എല്ലാവരും ഒന്ന് നോക്കേണ്ടി, നാട്ടിൽ പോയിട്ട് നോക്കിയാലും മതി. പല്ലിൻ്റെ വെളുപ്പ് കാലിൻ്റെ നഖത്തിനുണ്ടോ? ഇല്ല. കയ്യിൻ്റെ നഖത്തിൻ്റെ വെളുപ്പ് കാലിൻ്റെ നഖത്തിനുണ്ടോ? പ്രസവിക്കുമ്പോൾ ഉണ്ടായിരുന്നു. നമ്മളത് സൂക്ഷിച്ചും ശ്രദ്ധിച്ചും കഴുകാറില്ല. 5 നേരം കഴുകാറുണ്ട്, പക്ഷേ ഒന്നും കൈവിരലൊന്നും അവിടെ എത്താറില്ല. അപ്പോൾ ഇപ്പോൾ നമ്മൾ കുളിക്കുകയും ചെയ്യുമ്പോൾ കാലിൻ്റെ നഖം, കയ്യിൻ്റെ നഖം ഒക്കെ ഒന്ന് മുറിച്ച് വൃത്തിയാക്കി ശരീരത്തിൻ്റെ ബാഹ്യഭാഗങ്ങളെ ഒന്ന് നല്ല സന്തോഷമാക്കി നിർത്തിയിട്ട് എന്നിട്ട് വേണം കുളിക്കാൻ. നമ്മൾ കുളിക്കല്ലേ? നിങ്ങൾ പരിപാടി ഇല്ലേ പോരാൻ? ഈ ഇരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഹജ്ജിന് പോകുന്നവരെന്ന് കൈവക്കി. അത് ശരി, അള്ളാഹു ഖൈറ് തരട്ടെ.
ഞാനെന്താണെന്നറിയോ അങ്ങനെ നോക്കാൻ പറഞ്ഞത്? അതെ, ഞങ്ങളെ നാട്ടിൽ SSLCൻ്റെ റിസൾട്ട് വരുമ്പോൾ 2 സ്കൂളും കൂടി 100%. 2 സ്കൂള്, ഒരു സ്കൂളിൽ 98, മറ്റേ സ്കൂളിൽ 2, അങ്ങനെയാണ് 100. എന്ന പോലെ ഹജ്ജ് ക്ലാസ്സിന് ചിലപ്പോൾ ഇങ്ങനെ നോക്കിയാൽ ഹജ്ജിന് പോകുന്നത് 2 ആൾ, 98 ആൾ കേൾക്കാൻ വന്നതാണ്. അപ്പം ഇങ്ങനെ വരണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നോക്കിയത് എല്ലാവരും. അപ്പം അൽഹംദുലില്ലാ, അള്ളാഹു ഭാഗ്യം തരട്ടെ. ഹബീബുന മുഹമ്മദ് മുസ്തഫ നമ്മളെ പാസ്പോർട്ട് റെഡിയാക്കുന്ന ഏർപ്പാടാണ് ആദ്യത്തേത്. അതെന്താ? കുളിക്കുന്നതിന് മുമ്പ് ഇത്തരം സംഗതികളൊക്കെ വൃത്തിയാക്കി, എന്നിട്ട് പാസ്പോർട്ടിൽ നിങ്ങളെ അഡ്രസ്സ് വേണോ എൻ്റെ അഡ്രസ്സ് വേണോ? നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ അഡ്രസ്സ് വേണം അല്ലേ? അതാണ് നമ്മൾ നിയ്യത്ത് ചെയ്യുമ്പോൾ ഇഹ്റാമിൻ്റെ സുന്നത്തായ കുളി ഞാൻ കുളിക്കുന്നു. ആ നിയ്യത്തിൽ കുളിക്കണം. എന്തെങ്കിലും നിയ്യത്ത് ചെയ്തിട്ട് കാര്യമില്ല. അശുദ്ധിയുള്ളവർ പെണ്ണ് കുളത്തിലിറങ്ങി കുളിക്കുമ്പോൾ പറഞ്ഞു ഫാത്തിമ ബീവി കുളിച്ച കുളി ഞാനും കുളിക്കുന്നു എന്നാണ് കൊണ്ടെന്താ കാര്യം? അപ്പം ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് നിയ്യത്തായിട്ട് തന്നെ ചെയ്യണം. ഇഹ്റാമിൻ്റെ സുന്നത്തായ കുളി ഞാൻ കുളിക്കുന്നു. ശരി, കോരി കുളിക്കുകയോ അതല്ലെങ്കിൽ ഷവറിൽ നിന്ന് കുളിക്കുകയൊക്കെ ആണെങ്കിൽ വലഭാഗത്ത് നിന്ന് ആരംഭിക്കാം. വലഭാഗം പൂർത്തിയാക്കിയിട്ട് ഇടഭാഗത്ത് നിന്ന് ആരംഭിക്കാം. മനസ്സിലായില്ലേ? പിന്നീട് ഫുള്ളായിട്ട് അങ്ങനെ നല്ല പോലെ തേച്ച് ഉരച്ചൊക്കെ കുളിച്ച് റെഡിയായി. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഒരു പക്ഷേ സർക്കാരിൽ നിന്ന് ഹജ്ജിന് പോകുന്ന നിങ്ങൾക്ക് ഇവിടെ നിന്ന് ആദ്യം പോകാൻ പറ്റിയേക്കും, അല്ലെങ്കിൽ അവസാനം പോകാൻ പറ്റിയേക്കും. 2 ആയാലും സർക്കാർ ഹാജിമാർ മക്ക മുക്കറമയിൽ എത്തി അവിടെ തന്നെ താമസിക്കും. ഹജ്ജ് കഴിഞ്ഞ് മദീനയിലേക്ക് പോകും. പ്രൈവറ്റ് ഗ്രൂപ്പിൽ പോകുന്ന എല്ലാ ഹാജിമാരും മക്കത്തുൽ മുക്കറമയിലെത്തി 10-12 ദിവസം അവിടെ താമസിച്ച് അവർ മദീനയിലേക്ക് പുറപ്പെട്ട് മദീനയിൽ ഒരാഴ്ച നിന്ന ശേഷം അവിടെ നിന്ന് ഇങ്ങോട്ട് ഹജ്ജിന് വരും. അപ്പോൾ സർക്കാർ ഹാജിമാർ മക്കത്തെത്തി മക്കയിൽ നിന്ന് ഹജ്ജിന് ഇഹ്റാം ചെയ്യും. പ്രൈവറ്റ് ഹാജിമാർ മക്കത്തെത്തി മദീനയിൽ പോയി മദീനയിൽ നിന്ന് ഹജ്ജിന് ഇഹ്റാം ചെയ്തു വരും. നിങ്ങളെ കൂട്ടത്തിൽ 2ഉം ഉണ്ടാകാം എന്നതുകൊണ്ട് ഞാനത് പറഞ്ഞതാണ്. അള്ളാഹു ഖൈർ തരട്ടെ. എന്നാൽ ഇനി നമ്മൾ ഇഹ്റാമിൽ പ്രവേശിക്കുക. നിങ്ങൾ മക്കത്തുനിന്ന് ഇഹ്റാം ചെയ്താലും വേണ്ടിയില്ല, മദീനത്തുനിന്ന് ചെയ്താലും വേണ്ടിയില്ല. നമ്മളിപ്പോൾ പറയുന്നത് ഇഹ്റാം. ഇൻഷാ അല്ലാഹ് ഇഹ്റാം ചെയ്തുകൊണ്ട് വരിക എന്നത് കഅബ ഷരീഫിലേക്ക് ദൂരെ നിന്ന് യാത്ര ചെയ്തു വരുന്ന ഒരാൾ ഏത് ഭാഗത്ത് നിന്ന് വന്നാലും, ഇപ്പം നമ്മൾ ഇവിടുന്ന് ഫസ്റ്റിൽ പോകുമ്പോൾ ഇവിടെ ഏതാ എയർപോർട്ട്? എറണാകുളമാണ്. ഇവിടുന്ന് പോകുന്നത് ഏത്? നെടുമ്പാശ്ശേരി ഉണ്ടാവും, തിരുവനന്തപുരം ഉണ്ടാവും. 2 ആയാലും നമ്മളിവിടുത്തെ പതിവ് എന്താണ്? ഇവിടെ നിന്ന് കുളിച്ച് ഇഹ്റാം ചെയ്യും. ഇവിടെ നിന്ന് കുളിച്ച് ഇഹ്റാം ചെയ്യും. എന്നിട്ടാണ് എന്താവുക? പോവുക. ഉംറയാണല്ലോ ആദ്യം എടുക്കുക. അപ്പം നമ്മളതിൻ്റെ ഒരു ബഹുമതി നോക്കണം. തിരുവനന്തപുരം എയർപോർട്ടിൽ നിന്നോ നെടുമ്പാശ്ശേരി, കോഴിക്കോട്, കണ്ണൂർ എയർപോർട്ടുകളിൽ നിന്നൊക്കെ വിമാനം കയറുന്ന നമുക്ക് 4300-ൻ്റെയും 4400-ൻ്റെയും ഇടക്ക് കിലോമീറ്റർ വരും. അത്രയും മുമ്പ് ഞാൻ കഅബ ഷരീഫിലേക്ക് വരുന്നു എന്ന തീരുമാനം കുളിച്ച് ശുദ്ധിയായി വസ്ത്രം മാറ്റി പ്രഖ്യാപിക്കുകയാണ്. മദീന മുനവ്വറിൽ നിന്ന് വരുന്ന ആളുകൾ 400 കിലോമീറ്ററിന് അപ്പുറത്ത് വെച്ചുകൊണ്ട് അവർ ഇഹ്റാം ചെയ്യണം. അപ്പുറം ജുഹഫ ഭാഗത്ത് നിന്ന് വരുന്ന ആളുകൾ 185 കിലോമീറ്ററിന് അപ്പുറത്ത് നിന്ന് അവർ ഇഹ്റാം ചെയ്യണം. അപ്പോൾ കഅബ ഷരീഫിലേക്ക് ഒരു ഫ്രീ മൈൻഡിൽ വെറുതെ അങ്ങ് പോകാൻ പറ്റൂല. നമ്മുടെ മനസ്സും ശരീരവും കണ്ടാൽ തന്നെ ഇയാൾ ഹാജിയാണ് എന്ന് ബോധ്യപ്പെടുന്ന തരത്തിൽ. അതാ എന്നാൽ നമുക്കൊന്ന് ഇഹ്റാം ചെയ്യല്ലേ? നിങ്ങളൊരു ഓട്ടോറിക്ഷക്കാരനോട് ചോദിച്ച മാതിരി ആയിട്ടുള്ളൂ. ഓട്ടോറിക്ഷക്കാരനോട് പോകല്ലേ ചോദിച്ചു. പോകണമെങ്കിൽ പോകാം. നിങ്ങളൊരു ഉഷാറിൽ ആന്ന് പറയുമ്പോഴല്ലേ നിങ്ങളെയും കൊണ്ട് പോകണ്ടേ? നമുക്കൊരു കാര്യമായ സ്ഥലത്തേക്കല്ലേ നമ്മൾ പോണത്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. നിങ്ങൾ വിദ്യാഭ്യാസത്തിലും ഉദ്യോഗത്തിലും ഒക്കെ എന്നെക്കാളും ഉഷാറുള്ള ആളുകളായിരിക്കും. ആവട്ടെ, എനിക്കതിനൊന്നും വിരോധമില്ല. പക്ഷെ ഇപ്പം ഞാൻ ഉസ്താദും നിങ്ങൾ കുട്ടികളും അല്ലേ? അപ്പം നമ്മൾ ഒരുമിച്ചൊരു യാത്ര പോവുകയാണ്. അപ്പം നമ്മളെല്ലാവരും ഒരു ആക്റ്റീവായിട്ട് നിൽക്കണം, സജീവമായിട്ട്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. നമ്മൾ ഉമ്മമാർ കാണുന്നുണ്ടോ അതോ കേൾക്കുന്നുണ്ടോ? താഹ മുസ്ലിയാർ പിന്നെ ഒരു ആക്റ്റീവ് ആളാണ്. അള്ളാഹു ആഫിയത്ത് കൊടുക്കാം.
ഞാൻ ഇങ്ങനെ ഒരു 40 കൊല്ലം മുമ്പ് കണ്ടപ്പോഴും ഇങ്ങനെ തന്നെയാണ്, ഇപ്പോഴും ഇങ്ങനെ തന്നെ. ഇപ്പം നാൾ പറഞ്ഞ ഷുഗർ കുറച്ച് കൂടിയിട്ടുണ്ട്, വേറൊരു കുഴപ്പമില്ല, അൽഹംദുലില്ലാഹ്. പിന്നെ ഒക്കെ റെഡിയാണ്. അപ്പം ചില ആളുകൾക്ക് അള്ളാഹു അങ്ങനെ ഒരു നിഅമത്ത് കൊടുക്കണത് അല്ലേ, അള്ളാഹു ആഫിയത്ത് കൊടുക്കട്ടെ. അപ്പം ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. നമുക്ക് ഇഹ്റാം ചെയ്യാൻ ഒരുങ്ങുമ്പോൾ കുളിച്ചില്ലേ? നിങ്ങളെ കുളിക്കാനാക്കിയിട്ടാണ് ഞാൻ ഒന്ന് ഒരുമിച്ച്. അപ്പം കുളിയായില്ലേ? കുളി കഴിഞ്ഞ സ്ത്രീകൾ അപ്പോൾ എണ്ണ സോപ്പൊക്കെ തേച്ച് നന്നായി കുളിച്ചു. നിങ്ങൾ മക്കത്തുനിന്ന് കുളിച്ചാലും ശരി, മദീനത്തുനിന്ന് കുളിച്ചാലും ശരി, നാട്ടിൽ നിന്ന് കുളിച്ചാലും ശരി, എനിക്ക് ഇഹ്റാമിൻ്റെ കുളിക്കണമെന്നേ ഉള്ളൂ. ഓക്കെ, ഞാൻ നന്നായി കുളിച്ചു. കുളിച്ച് കഴിഞ്ഞ് സ്ത്രീകൾ നന്നായിട്ടൊന്ന് മുടി ചീകി വെക്കുക, നന്നായിട്ടൊന്ന് മുടി ചീകി വെക്കുക. എന്നിട്ട് സ്ത്രീകൾ ഉപയോഗിക്കുന്ന ഒരു തൊപ്പിയുണ്ട്, അതൊന്ന് കെട്ടുക. എന്തിന്? മുടി നല്ല പോലെ ചീകി വെച്ചിട്ട് സ്ത്രീകളുടെ ആ തൊപ്പി ഇങ്ങനെ ഒരല്പം നെറ്റിയിലേക്ക് ഇറക്കിയിട്ട് ഇങ്ങനെ അങ്ങ് വെച്ചിട്ട് ഇവിടെ കെട്ടിയാൽ ഒരു മുടിയും പുറത്തേക്ക് വരില്ല. ഓക്കെ, ശരി. രണ്ടാമത്, സ്ത്രീകൾ ഇഹ്റാമിൻ്റെ വസ്ത്രം ധരിക്കുമ്പോൾ അവർ പ്രത്യേകിച്ച് എന്താണ്, പുതിയതായിരിക്കും സ്ത്രീയും പുരുഷനും ഒക്കെ ധരിക്കുന്നത്. എന്താണ്? കാലിന് ധരിക്കുന്ന ഷോക്സ് ഒന്ന് ശ്രദ്ധിക്കുക, നല്ലത്. രണ്ടാമത്തത്, സ്ത്രീകൾക്ക് ഈ അടിവസ്ത്രം ധരിക്കുമ്പോൾ സ്ത്രീകളുടെ പാൻ്റ് ഉണ്ട്, അതെന്താ നല്ലത്? ഈ ഞെരിയാണിയുടെ അവിടെ കുറച്ചൊന്ന് ടൈറ്റായിട്ട് നിൽക്കുന്നതാണ് നല്ലത്. ഒരു വിമാനത്തിലേക്കോ മറ്റോ ഒക്കെ കയറുമ്പോൾ ഒരു കാലിങ്ങനെ പൊക്കിയാൽ മറ്റേ കാലിൻ്റെ നിറം കാണാതിരിക്കാനാണ് ഞാൻ അങ്ങനെ ഓർമ്മപ്പെടുത്തിയത്. അപ്പോൾ അടിയിലിടുന്നത് പാവാടയേക്കാളും നല്ലത് ഏതാണ്? കുറച്ച് ടൈറ്റുള്ള പാൻ്റാണ്. ശരി, അത് അവർ റെഡി ആയിക്കോളും. അങ്ങനെ ധരിച്ചു വരുമ്പോൾ പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാ, ഇഹ്റാമിൽ പ്രവേശിച്ചാൽ സ്ത്രീകൾക്ക് മുൻകൈ മറക്കേണ്ടതില്ല. മുൻകൈ എന്ന് പറഞ്ഞത് ഇവിടെയാണ്. അപ്പൊ ഇത്ര ഇങ്ങോട്ട് ഇറങ്ങിയാൽ ഇത് ഔറത്താകും. അപ്പൊ എന്ത് ചെയ്യണം? അവരെ കുപ്പായത്തിന്റെ കൈ ഒന്ന് ഇത്രയെങ്കിലും നിൽക്കണം. റെഡിയല്ലേ? അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അതെങ്ങനെ നിൽക്കണം? സമിഅ അല്ലാഹു ലിമൻ ഹമിദ പറയുമ്പോൾ താഴോട്ട് വരാത്ത രീതിയിൽ നിൽക്കണം. ഒന്ന്. രണ്ടാമത്, പെണ്ണുങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഈ മുഖമക്കനെ ഇങ്ങനെ ധരിച്ചാൽ അത് കുറച്ചൊന്ന് താഴോട്ട് വെച്ചിട്ട് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വന്ന് ഇവിടെയാണ് താടിയെല്ലാം ഒരുമിച്ച് കൂടുന്ന സ്ഥലം. അപ്പം ഇവിടെയാണ് ആ പിന്ന് വെക്കേണ്ടത്. ആ പിന്നോ ബട്ടനോ ഒക്കെ വെക്കുന്നത് എവിടെ വെക്കണം? ഇവിടെ വെക്കണം, ഇവിടെ അല്ല. അപ്പം ഇത്ര സ്ഥലം, മുഖത്തിൻ്റെ ഇത്ര സ്ഥലം, കയ്യിൻ്റെ ഇത്ര സ്ഥലം, ഇത് രണ്ടും ഒഴിച്ച് ബാക്കിയെല്ലാം സ്ത്രീകൾ മറച്ചു. വസ്ത്രം കൊണ്ട് അവൾ ഇഹ്റാമിലായി, കുളി കൊണ്ട് അവൾ ഇഹ്റാമിലായി. പുരുഷൻ കുളിയൊക്കെ കഴിഞ്ഞാൽ എന്തേ വേണ്ടതുള്ളൂ? വേറൊന്നും ആലോചിക്കാനില്ല. ഒരു അരയുടുപ്പ്, ഒരു മേൽപുതപ്പ്. ഓക്കെ, ഇനി വസ്ത്രമായിട്ട് ഒന്നുമില്ല. വസ്ത്രം 2 എണ്ണം, ഒരു അരയുടുപ്പ്, ഒരു മേൽപുതപ്പ്. കണ്ണട വസ്ത്രമാണോ? ബെൽറ്റ് വസ്ത്രമാണോ? വാച്ച് വസ്ത്രമാണോ? മോതിരം വസ്ത്രമാണോ? അതൊക്കെ ഉപയോഗിക്കാം. വസ്ത്രമായിട്ട് 2 എണ്ണം. പിന്നെ ഇനി തൊപ്പി പറ്റുമോ ബനിയൻ പറ്റുമോ എന്നൊന്നും ചോദിക്കാൻ നിൽക്കണ്ട. വസ്ത്രം 2 എണ്ണം, ഒന്ന് ഒരു അരയുടുപ്പ്, ഒന്നൊരു മേൽപുതപ്പ്. അപ്പം നിങ്ങളൊക്കെ വസ്ത്രം ധരിച്ചില്ലേ? ഇഹ്റാമിൻ്റെ വസ്ത്രം ധരിച്ചോ? നിങ്ങൾ ധരിച്ചെങ്കിലേ ഇപ്പം ഇനി പറ്റുള്ളൂ. വസ്ത്രം ധരിച്ചില്ലേ? സ്ത്രീകളൊക്കെ നേരത്തെ ഒരുങ്ങി ഒക്കെ റെഡിയാണ്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. നമ്മളിപ്പോൾ ഹജ്ജിന് ഇഹ്റാം ചെയ്തോ അതല്ല ഉംറക്ക് ഇഹ്റാം ചെയ്തോ? നമ്മളിപ്പോൾ ഹജ്ജിന് ഉദ്ദേശിക്കുന്നവർ ഹജ്ജിന്, ഉംറക്ക് ഉദ്ദേശിക്കുന്നവർ ഉംറക്ക്, അല്ലേ? രണ്ടും ഉണ്ടാകും. അപ്പം നാട്ടിൽ നിന്നാണ് പോകുന്നതെങ്കിൽ നമ്മൾ ഉംറക്കാണ് ഇഹ്റാം ചെയ്യുക. മക്കത്ത് നിന്ന് നമ്മൾ അവിടെ താമസിച്ച് അവിടുന്ന് ചെയ്യുമ്പോൾ ഏതിനാണ് ഇഹ്റാം ചെയ്യുക? ഹജ്ജിനാണ് ഇഹ്റാം ചെയ്യുക. നമ്മളിപ്പോൾ മക്കത്തുൽ മുക്കറമയിൽ എത്തി ഉംറ നിർവഹിച്ച് നമ്മൾ ഹജ്ജിന് ഒരുങ്ങുക എന്നാണ് ഇപ്പം നമ്മൾ പറഞ്ഞത്, അല്ലേ? എന്നാൽ റെഡിയാകാൻ മക്കത്തുൽ മുക്കറമയിൽ താമസിക്കുന്ന റൂമിൽ നിന്ന് കുളിച്ചൊക്കെ റെഡിയായി ഹജ്ജിൻ്റെ ഇഹ്റാമിലേക്ക് പ്രവേശിക്കുന്നു. മദീനത്ത് നിന്ന് വരുന്നവർ അവിടുന്ന് കുളിച്ച് റെഡിയായി അവിടുത്തെ മീഖാത്തിൽ ഒരുങ്ങുന്നു. ഓരോ നാട്ടിൽ നിന്ന് വരുന്നവരും ദിൽഹിജ്ജ മാസം, നമ്മൾ മക്കത്ത് താമസിക്കുകയാണ്. ദിൽഹിജ്ജ മാസം 7, ദിൽഹിജ്ജ മാസം, ഹജ്ജ് മാസം 7-ൻ്റെ അന്ന് ഓർഡർ നിരന്തരം വന്നുകൊണ്ടിരിക്കും. നമ്മുടെ വാട്സപ്പിൽ വന്നുകൊണ്ടിരിക്കും, നമ്മുടെ ചാനലുകളിൽ വന്നുകൊണ്ടിരിക്കും, പത്രങ്ങളിൽ വന്നുകൊണ്ടിരിക്കും, സൗദിയുടെ എല്ലാ വാർത്തകളിലും അത് വന്നുകൊണ്ടിരിക്കും. ഇഹ്റാം ചെയ്യാനുള്ള ഓർഡർ
നമ്മളിവിടെ നിന്ന് രണ്ട് ഗവൺമെൻറ്റുകൾ തമ്മിൽ യോജിച്ച് ചെയ്തിരിക്കുന്ന വിഷയമനുസരിച്ചുകൊണ്ട് നമ്മുടെയും സൗദിയുടെയും ഇടയ്ക്ക് അവിടെ മധ്യവർത്തിയായി നിൽക്കുന്ന ആളാണ് മുത്തവീഫ്. അവരുടെ ഒരു നമ്പർ നമുക്കുണ്ടാവും, ഇത്ര നമ്പർ മുത്തവീഫ്. നിങ്ങൾക്ക് കിട്ടിയോ? ഇല്ലെങ്കിൽ കിട്ടും. എങ്ങനെ കിട്ടും? നിങ്ങൾ ഇവിടുന്ന് പുറപ്പെടുമ്പോൾ കഴുത്തിലിടാൻ ഒരു മാല തരും, കയ്യിൽ ധരിക്കാൻ അവിടെ എത്തിയിട്ടൊരു വളയും തരും. അപ്പോൾ ഒരു വളയും ഒരു മാലയും കിട്ടിയാൽ പെണ്ണുങ്ങൾക്ക് വളരെ സന്തോഷമായി. രണ്ടും കൂടി കിട്ടുമ്പോൾ അങ്ങനെയാണല്ലോ. അള്ളാഹു തആല ഖൈർ തരട്ടെ. പക്ഷെ ഈ രണ്ട് കൂട്ടരും എന്ത് ചെയ്യണം? ഇത് സൂക്ഷിക്കണം. എന്താ കാര്യം? നമ്മൾ ഉപയോഗിക്കുന്ന ആ വളയിലും ഈ മാലയിലും ഉള്ളത് നമ്മൾ ഏത് രാജ്യത്ത് നിന്ന് വന്ന ഹാജിയാണ്, ഇവിടെ ഏത് മുത്തവീഫിൻ്റെ കീഴിലാണ്, ഇവിടെ എത്ര നമ്പർ ബിൽഡിങ്ങിൽ താമസിക്കുന്ന ആളാണ്, ആ ബിൽഡിങ്ങിലെ ഫോൺ നമ്പർ ഏതാണ് എന്നിത്യാദി വിവരങ്ങളാണ് അതിലുള്ളത്. അപ്പോൾ അത് സൂക്ഷിക്കണോ വേണ്ടേ? ഓക്കെ, അതൊക്കെ റെഡിയായി. നമ്മൾ ഇഹ്റാമിൽ പ്രവേശിക്കൽ ദുൽഹിജ്ജ മാസം 7-ന് കുളിച്ച് നിയ്യത്ത് ചെയ്ത് ഒക്കെ റെഡിയായി. ഇനി നമ്മൾ ഔദ്യോഗികമായി ഇഹ്റാമിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് 2 റക്അത്ത് നിസ്കരിക്കണം. എത്ര? 2 റക്അത്ത് നിസ്കരിക്കണം. ഇഹ്റാമിൻ്റെ 2 റക്അത്ത് എന്നാണ് അതിൻ്റെ പേര്. എന്ത് 2 റക്അത്ത്? നവൈതു സുന്നത്തൽ ഇഹ്റാമി റക്അത്തൈനി ലില്ലാഹി തആല. ഇഹ്റാമിൻ്റെ 2 റക്അത്ത് ഞാൻ നിസ്കരിക്കുന്നു. ഇഹ്റാമിൻ്റെ ഞാൻ നിസ്കരിക്കുന്നു. അല്ലാഹു അക്ബർ, ഫാത്തിഹ, ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ. 2ാമത്തെ റക്അത്തിൽ ഫാത്തിഹ, ഖുൽ ഹുവല്ലാഹു അഹദ്. 2 റക്അത്ത് നിസ്കരിച്ചില്ലേ? നിസ്കരിച്ചോ? നിസ്കാരം കഴിഞ്ഞ് അവിടെ ഇരുന്നിട്ട് ഗവൺമെൻറ്റിലൊക്കെയുള്ള ആളുകളോട് ഞാൻ പറയുന്നത്, ഒരു പക്ഷേ നമുക്ക് സ്വന്തം വേണ്ടത്ര അറിവില്ലാത്തത് കൊണ്ട് നിങ്ങളിപ്പോൾ വിമാനത്താവളത്തിൽ എത്തുമ്പോൾ 24 മണിക്കൂർ 20 മണിക്കൂർ മുമ്പേ എത്തും. അപ്പം നിങ്ങളെ വിമാനത്തിൽ പോരുന്ന കൂട്ടത്തിൽ വല്ല ഉസ്താദുമാരും കിടപ്പുണ്ടോ എന്നൊന്ന് നോക്കുക. ഉസ്താദുമാരാരെങ്കിലും ഉണ്ടോ എന്നൊന്ന് നോക്കുക. അവരുമായിട്ട് വേഗം കൂട്ടുകെട്ട. ആ ഉസ്താദിനൊക്കെ അസ്സലാമു അലൈക്കും ഉസ്താദെ, ഞങ്ങളൊക്കെ നിങ്ങളെ കൂടെ ഈ വിമാനത്തിലുണ്ട്, ഞങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ ഉസ്താദ് പറഞ്ഞു തരണേ ഒന്ന് പറഞ്ഞാൽ ഉസ്താദ് അത് പഠിച്ച ആളാണ്, നമുക്കൊരു സഹായം കിട്ടും. അപ്പം അതൊന്ന് ശ്രദ്ധിക്കാം ഇൻഷാ അല്ലാഹ്. ഇനി ഉസ്താദന്മാരുണ്ടായില്ല, നമുക്ക് ചെയ്യണം. എന്നാൽ ഒരുമിച്ച് ചെയ്തോളി. നിസ്കാരം കഴിഞ്ഞില്ലേ സ്വന്തം ഒന്ന് ദ്വാർക്ക. പടച്ചവനെ, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ വിളി കേട്ട് കഅബ ശരീഫിലേക്ക് വരാൻ നീ എന്നെ തെരഞ്ഞെടുത്തു, നീ സ്വീകരിക്കണേ അല്ലാഹ്. ഇതൊന്ന് ദ്വാർക്ക. നമ്മൾ എന്തെങ്കിലും ദ്വാർക്കലല്ല, ഒരു സമയത്ത് അതിനനുസരിച്ച് ദ്വാർക്കണം. ഒരു സമയത്ത് ഏതിന് ദ്വാർക്കണം? അതനുസരിച്ച് ദ്വാർക്കണം. മയ്യത്തെടുക്കാൻ വേണ്ടി ദ്വാർക്കുമ്പോൾ പടച്ചോനെ സ്വാലിയായ സന്താനങ്ങളെ തരണമെന്ന് ദ്വാർന്നാൽ എന്താ പിന്നെ ആ ദ്വാരൻ്റെ കഥ? ഓരോ സന്ദർഭത്തിനനുസരിച്ച് ദ്വാർക്കണ്ടേ? മയ്യത്തെടുത്തിട്ട് നിൽക്കുമ്പോൾ ഏത് ദ്വാർക്കണം? പടച്ചോനെ ഈ മയ്യത്തിന് മാപ്പ് കൊടുക്കൽ വാക്ക്, അതല്ല ദ്വാർക്കണ്ടേ? ഇയാൾ അഹിലുകാർക്ക് ക്ഷമ കൊടുക്കാൻ ഇല്ലേ? അല്ലാതെ മയ്യത്തെടുത്ത് ദ്വാർക്കുമ്പോൾ ഗർഭിണികൾക്ക് സുഖപ്രസവം കൊടുക്കാനാണ് ഇയാൾ ഏത് മൈലാരം? അപ്പോൾ നമ്മൾ സന്ദർഭത്തിനനുസരിച്ച് അപ്പോൾ നമ്മൾ ദ്വാരക്ക. അള്ളാഹുവേ, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ വിളി കേട്ടുകൊണ്ട് നീ എന്നെ ഇതിന് തിരഞ്ഞെടുത്തു, നീ സഹായിക്കണേ അല്ലാ, നീ കബൂലാക്കണേ അല്ലാ. ഞാനൊരു അറിവുമില്ലാത്ത ആളാണ്, ഞാൻ ഈമാൻ കുറഞ്ഞ ആളാണ്, ഞാൻ തഖ്വ കുറഞ്ഞ ആളാണ്. ഇങ്ങനെ അള്ളാഹുവിന് മുമ്പിൽ സങ്കടപ്പെടുന്നിടത്ത് മടി കാണിക്കരുത്. ദ്വാർന്നില്ലേ? എന്നാ പിന്നെ നിങ്ങളെല്ലാവരും എൻ്റെ ഒപ്പം നോക്കി. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നവൈതുൽ ഹജ്ജ വ അഹ്റംതു ബിഹി ലില്ലാഹി തആല. അല്ലാഹുവേ, നിന്റെ കഅബ ശരീഫിൽ വന്ന് ഹജ്ജ് ചെയ്യാൻ ഞാൻ കരുതി, നീ സഹായിക്കണേ അല്ലാഹ്, നീ സ്വീകരിക്കണേ അല്ലാഹ്. ലബ്ബൈക അല്ലാഹുമ്മ ബിഹജ്ജത്തിൻ ലബ്ബൈക അല്ലാഹുമ്മ ലക ഉഹർരിമു നഫ്സി വശഅരി വബശരി വലഹ്മി വദമി ഫഹർരിംഹാ അലന്നാർ. എന്താണ് ഞാൻ ഈ പറഞ്ഞത്? അല്ലാഹുവേ, ഞാനിതാ ഹജ്ജിന് വരുന്നു.
ഹജ്ജിൻ്റെ ഇഹ്റാമിൽ പ്രവേശിച്ചു. എൻ്റെ ശരീരത്തിലെ മാംസം, മജ്ജ, രക്തം, തൊലി, മുടി, നഖം, രോമം എല്ലാം നരകത്തിൽ നിന്ന് ഒഴിവാക്കി തരണേ അല്ലാഹ്. ഈ ദുആ നമ്മുടെ ഹജ്ജിൻ്റെ പുസ്തകം നിങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടാവും. ഇല്ലെങ്കിൽ അവിടെ പുറത്തൊരു പയ്യൻ പുസ്തകം വെക്കുന്നുണ്ട്, വലുതുമുണ്ട് ചെറുതുമുണ്ട്. ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിൻ്റെ പുസ്തകം 2 കാര്യമാണ്. ഒന്ന്, അതിൽ അറിവ് കൊണ്ടത് മേന്മയുണ്ട്, 40 പ്രാവശ്യം ഹജ്ജ് ചെയ്ത അനുഭവമുണ്ട്. അതുകൊണ്ട് ആ പുസ്തകത്തിന് കുറച്ച് കൂടുതൽ പ്രാധാന്യമുണ്ട്. അതിൻ്റെ കൂടെ ഒരു ചെറിയ പുസ്തകമുണ്ട്. ചെറുത് എല്ലാവരും 2 കോപ്പി കയ്യിൽ വെക്കണം. ഒന്ന് നഷ്ടപ്പെട്ടാൽ അഥവാ ഒന്ന് കയ്യിൽ കരുതണം. എന്തുകൊണ്ട്? ഈ ചെറുതാണ് നമ്മളെപ്പോഴും കയ്യിൽ പിടിക്കേണ്ടത്. ആ ചെറുതിൽ എന്തുണ്ട്? ഓരോ സ്ഥലത്തും ചൊല്ലേണ്ട ദിക്ർ അപ്പോൾ അവിടെ രേഖപ്പെടുത്തി നിൽക്കുന്നുണ്ട്. ആ ചെറിയ പുസ്തകം നോക്കട്ടവൻ അപ്പോൾ അത് കിട്ടുന്നുണ്ട്. എന്താ കാര്യം? അപ്പോൾ അതിങ്ങനെ നോക്കിയിട്ട് ഇഹ്റാമിൽ പ്രവേശിക്കുമ്പോൾ അപ്പം ചൊല്ലേണ്ടത്, അടുത്ത് ചൊല്ലേണ്ടത്, അടുത്ത് ചൊല്ലേണ്ടത്, അടുത്ത് ചൊല്ലേണ്ടത്. അപ്പോൾ നമുക്കത് നോക്കി ലേശം ഒന്ന് പഠിച്ചു വെക്കണം. ലേശം ഒന്ന് പഠിച്ചു വെക്കണം. നമുക്ക് അറിയുന്നത് ചൊല്ലുക എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമാണ്, അല്ലേ? യാ റബ്ബി സ്വല്ലി അലൻ നബിയ്യി. ഇപ്പം നിങ്ങൾക്ക് ഞാൻ തുടങ്ങി വെച്ചപ്പോൾ കൂടെ ചൊല്ലാൻ എളുപ്പം കിട്ടിയില്ലേ? അതെന്തുകൊണ്ടാണ്? നേരത്തെ അറിയാവുന്നത് കൊണ്ടാണ്. നേരത്തെ അറിയാവുന്നത് കൊണ്ടാണ്. നിങ്ങൾക്ക് അറിയാത്ത ഒന്നും ഞാൻ തുടങ്ങി വെച്ചാൽ നിങ്ങൾ കൂടെ നിൽക്കും ഇല്ല. അപ്പം നമുക്ക് ഈ ദിക്ർ തുടങ്ങുമ്പോഴേക്ക് നമുക്ക് കൂടെ നിൽക്കാൻ പറ്റണം. അങ്ങനെ ഒന്ന് വായിച്ചൊന്ന് പഠിച്ചു വെക്കുക. പ്രധാനപ്പെട്ടതൊന്ന് പഠിച്ചു വെക്കണം. അതിൽപ്പെട്ട ഒന്നാണ് ഇഹ്റാമിലേക്ക് പ്രവേശിക്കുമ്പോൾ നിയ്യത്ത്. 2 റക്അത്ത് നിസ്കാരം നിയ്യത്തിന് ശേഷം ചൊല്ലേണ്ടത്. അതാണിപ്പോൾ ഞാൻ ചൊല്ലിയത്. ഇപ്പം നമ്മൾ എന്തായി? കുളിച്ച് ഇഹ്റാമിൻ്റെ നിയ്യത്ത് ചെയ്ത് നമ്മൾ ആദ്യത്തെ ദുആ കഴിഞ്ഞു. ആ ദുആയും കൂടി കഴിഞ്ഞാൽ ഇദാ റകിബൽ ഹാജ്ജു ഫലബ്ബ, ഇദാ റകിബൽ ഹാജ്ജു ഫലബ്ബ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മപ്പെടുത്താൻ ഇദാ റകിബൽ ഹാജ്ജു ഫലബ്ബ. ഹാജിമാര് ഹജ്ജിൻ്റെ ഇഹ്റാമിൽ പ്രവേശിച്ചുകൊണ്ട് അവർ ചെയ്യേണ്ടത് ലബ്ബ, ലബ്ബൈക, ലബ്ബൈക, അതാണ് ചൊല്ലണം. എന്താ നോക്കിക്കോളും. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ഇന്നൽ ഹംദ ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. تلبية 3 صلاة 3 ഇല്ലെങ്കിൽ ലബ്ബൈക 3 സ്വലാത്ത് 1എങ്കിലും. എന്നിട്ട് 4 കാര്യത്തിൽ ദുആ പതിവാക്കണം. ഏതാണ് 4 കാര്യം? അല്ലാഹുവേ നിന്റെ പൊരുത്തവും പൊരുത്തപ്പെട്ടവർക്കുള്ള സ്വർഗവും തരണേ. അല്ലാഹുവേ നിന്റെ പൊരുത്തക്കേടും അവർക്കുള്ള നരകവും തരല്ലേ. ഇത് 4ഉം ഉൾപ്പെടുത്തിയുള്ള ദുആയാണ്. നിങ്ങൾക്കൊക്കെ അറിയാം. ഞാൻ ദ്വാർന്നാ നിങ്ങൾ കൂടെ നിൽക്കും. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക റിളാക വൽ ജന്ന വനഊദു ബിക മിൻ സുഖതിക വന്നാർ. ഇനി ഒരുമിച്ചൊന്ന് ചോദിക്കുക. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക റിളാക വൽ ജന്ന. അത് കഴിഞ്ഞിട്ട് അതിന് കൂടെ എല്ലാ മുഅ്മിനീങ്ങളെയും മുഅ്മിനാത്തുകളെയും അള്ളാഹുവിൻ്റെ മുഴുവൻ സൃഷ്ടികളെയും ഉൾപ്പെടുത്തിക്കൊണ്ടുവരും ദുആ. ആ ദുആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ദുആറുന്ന ദുആയാണ്. വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന ദുആയാണ്. നിങ്ങൾക്കൊക്കെ അതറിയാം. നോക്കട്ടെ ഞാൻ അവിടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന
ഇന്നാളൊരു ചെറുപ്പക്കാരൻ പയ്യൻ എന്നോട് ചോദിച്ചു, ഉസ്താദ് ഖുർആനിൽ മലയാളം ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അതെന്തേന്ന് വെച്ചു, റബ്ബന ആത്തിനാന്നൊക്കെ അതിലുണ്ടല്ലോ. അപ്പോൾ ഓൻ വിചാരിച്ചത് ഓതി ഇത് മലയാളമായി പോയോ. അത്രയും ആളുകൾക്ക് അറിയുന്ന ദുആയാണ്. പക്ഷേ ആ ദുആ നമ്മുടെ ഉള്ളും പുറവും ദുനിയാവും ആഖിറും നമ്മുടെ ഉമ്മയും ബാപ്പയും ജ്യേഷ്ഠനും അനുജനും കുടുംബങ്ങളും അയൽവാസികളും നാട്ടുകാർ അള്ളാഹുവിൻ്റെ മുഴുവൻ സൃഷ്ടികളെയും ചേർത്തിട്ടുള്ള ഒരു ദുആയാണ്. അത് ചെറുതല്ല. ഇപ്പം ഇങ്ങനെയാണ് നമ്മൾ ചൊല്ലിക്കൊണ്ട് പോകേണ്ടത്. ഇനി ഞാനത് ആവർത്തിക്കണം ഉണ്ടല്ലോ. ലബ്ബൈക സ്വലാത്ത് ദുആ. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇനി നമുക്ക് വേറെ ഒന്നുമില്ല, എല്ലാ സമയത്തും അതാണ്, എല്ലാ ചേഞ്ചിങ്ങിലും. ഇപ്പം നമ്മൾ വാഹനത്തിലേക്ക് കയറുമ്പോൾ ലബ്ബൈക, വാഹനത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ, ഭക്ഷണം കഴിക്കാൻ ഒരുങ്ങുമ്പോൾ, ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ, നിസ്കാരം കഴിഞ്ഞ്, അങ്ങനെയാണ് തുടങ്ങി ചേഞ്ചിങ്. ഞാനും നിങ്ങളും മക്കത്ത് വെച്ച് കണ്ടുമുട്ടി. കാണൂലേ ഇൻഷാ അല്ലാഹ് അല്ലേ? നിങ്ങൾ കാണുമ്പോൾ ഒരു കാര്യം ചെയ്യണം. നിങ്ങളെല്ലാവരും ഇപ്പം എന്നെ ഇങ്ങനെ നോക്കുകയാണ്. നിങ്ങൾക്ക് എന്നെ മനസ്സിലാകുമല്ലേ? മനസ്സിലാവും. ഞാൻ നിങ്ങളെല്ലാവരെയും കൂടി നോക്കുക, പെട്ടെന്ന് മനസ്സിലാവും. അപ്പം നിങ്ങൾ അവിടെ വെച്ച് കണ്ടിട്ട് ആ ക്ലാസ് എടുത്ത ഉസ്താദാണ്, അയാളെ ക്ലാസ്സൊക്കെ നല്ല മട്ടം, പക്ഷേ ഇപ്പം കണ്ടോ അയാൾ ഒരു ലോഗ്യമല്ല. അങ്ങനെ നമ്മളൊരു അകൽച്ച വിചാരിക്കേണ്ട കാര്യമല്ല. വേഗം വരിക, അവിടുന്ന് കണ്ടാലേ വേഗം വരിക. ഉസ്താദ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. നമ്മൾ രണ്ടാളും ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക അല്ലാഹു നമ്മളെ ഹജ്ജ് കബൂലാക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് റാഹത്താകുക. പിന്നെ ഒരു 100 റിയാൽ ഉസ്താദിന് തരാൻ വിചാരിച്ചാൽ തന്നാൽ മതി, അങ്ങനെ നിർബന്ധമൊന്നുമില്ല. നമ്മൾ പറയല്ലേ സാറേ, അല്ലാഹ് എന്താ ഉസ്താദ് വേണ്ടത്? അതാ വേണ്ടത്. അല്ലാതെ ഇപ്പോൾ അവിടെ ഒരു ഹോട്ടലിൽ പോയി ഒരു ചായ കുടിച്ചിട്ട് പോകാമെന്നൊന്നും പറയാൻ സമയം കിട്ടൂല അല്ലേ? ഒരു 50 100 ഒക്കെ ഉസ്താദിന് കൊടുക്കാമെന്ന് വിചാരിച്ചാൽ അപ്പോൾ അതിന് കുഴപ്പമുണ്ടോ? അല്ലാഹു തആല ഖൈറ് തരട്ടെ. ഇനിയിപ്പോൾ 50 ചിലവാകുമെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ സലാം ചെല്ലാതിരിക്കരുത് കേട്ടോ, അത് വേറെ ഒരു കാര്യമാണ്. അപ്പം ഞാൻ നിങ്ങളെ ഒന്ന് എൻ്റെ കൂടെ നിർത്തിയതാണ്. 50 100 ചിലവാകുമെന്ന് പറയുമ്പോൾ അപ്പോൾ ആളുകൾക്ക് ഒന്നും കൂടി ഒരു ശ്രദ്ധ വരും. അല്ലാഹു തആല ആഫിയത്ത് തരട്ടെ. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ള ഈ പുസ്തകത്തിൻ്റെ, ഈ ചെറിയ പുസ്തകത്തിൻ്റെ 30-31 പേജുകളിൽ ഇഹ്റാമുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ലബ്ബൈക്കയും കാര്യങ്ങളുമൊക്കെ വിശദീകരിക്കുന്നുണ്ട്. ഇതിപ്പോൾ നിങ്ങളുടെ കയ്യിലൊക്കെ ഉള്ള പുസ്തകം ഏതാണെങ്കിലും അതിൻ്റെയൊക്കെ ഓരോന്നിൻ്റെയും ഹെഡിങ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഹെഡിങ് ഒന്ന് വായിച്ചാൽ മതി. അതിൻ്റെ പ്രത്യേകമായിട്ട് ചെയ്യേണ്ട ഓരോന്നിൻ്റെയും തുടക്കത്തിൽ തന്നെ അതിൻ്റെ മലയാളത്തിൽ ഹെഡിങ് കൊടുത്തുകൊണ്ടാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ അപ്പോൾ അത് ഇങ്ങനെ നോക്കിയാൽ ഇതാ ഇഹ്റാമിൽ പ്രവേശിക്കുമ്പോൾ, മസ്ജിദുൽ ഹറാമിലേക്ക് കടക്കുമ്പോൾ, അങ്ങനെ തുടങ്ങിയിട്ട് ഓരോന്നുണ്ട്. ഇത് നിങ്ങൾ എന്ത് ചെയ്യണം? ഒന്ന് വീട്ടിലിരുന്ന് ഒന്നിങ്ങനെ വായിച്ച് നടപ്പാക്കി പഠിച്ചു വെക്കണം. എന്തിന്? നാളെ അവിടെ പോയിട്ട് നമ്മളിങ്ങനെ നവൈത്തുൽ ഹജ്ജ ഇങ്ങനെയൊക്കെ കൂടെ അങ്ങനെ ഒരുങ്ങിപ്പിടിച്ചാകാനൊന്നും അവിടെ നേരം കിട്ടൂല. മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് ഇപ്പം തന്നെ അതൊക്കെ എന്താക്കുക, ഒന്ന് ക്ലിയർ ആക്കിയിട്ട് വായിച്ചൊക്കെ പഠിച്ചു വെക്കുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. എന്നാൽ നമ്മൾ റെഡിയല്ലേ? ഇപ്പം നമ്മൾ 3 കാര്യം ചെയ്തു. ഒന്ന്, ഹജ്ജിൻ്റെ ഇഹ്റാമിൻ്റെ മുന്നൊരുക്കമായ കുളി wudu പോലത്തതൊക്കെ പൂർത്തിയാക്കി. 2 റക്അത്ത് നിസ്കരിച്ച് നമ്മുടെ മനസ്സും ശരീരവും ഒരുങ്ങി. 3, നമ്മുടെ വസ്ത്രങ്ങളൊക്കെ ചേഞ്ച് ചെയ്ത് നമ്മൾ റെഡിയായി. 4, നമ്മുടെ ദിക്റിൻ്റെ സ്വഭാവം മാറി. ജീവിതത്തിൽ അത്യത്ഭുതകരമായ ദിക്ർ. ആ ദിക്ർ ഇങ്ങനെ കേൾക്കുമ്പോൾ നമ്മുടെ കൂടെയുള്ള 2 മലക്കുകളും ഹജ്ജ് കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട മലക്കുകൾ, ആ മലക്കുകളെല്ലാം നമ്മുടെ ഒപ്പം ചേരും. ഇതാ റക്കിബൽ ഹാജ് ഫലബ്ബ, ഹാജിമാര് ലബ്ബൈക ചൊല്ലാൻ തുടങ്ങുമ്പോൾ മലക്കുകൾ ചേർന്ന് നിന്നിട്ട് അവർ പറയും. നമ്മൾ എന്താ പറയുന്നത്? ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക, അല്ലാഹുവേ ഞാൻ ഇതാ വരുന്നു. ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക, നിന്നെ മാത്രം വിചാരിച്ച്, നിന്നെ മാത്രം വിശ്വസിച്ച് ഞാനിതാ വരുന്നു. ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക ലാ ശരീക ലക, അല്ലാഹുവേ എൻ്റെ ആരോഗ്യമായാലും എൻ്റെ പണമായാലും എൻ്റെ സൗകര്യമായാലും എല്ലാം നീ എനിക്ക് തന്നതാണ്. അതിന് ശുക്ർ ചെയ്തുകൊണ്ട് ആ ശുക്ർ ചെയ്തുകൊണ്ട് അല്ലാഹ് നിന്നെ വാഴ്ത്തിക്കൊണ്ട് നിന്നെ പുകഴ്ത്തിക്കൊണ്ട് ഇതാ എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ പോകുന്നത്. അതങ്ങ് പറയാൻ തുടങ്ങുമ്പോൾ മലക്കുകൾ അതിനെ ഏറ്റു പറയും. മലക്കുകൾ അതിനെ ഏറ്റു സന്തോഷം. എന്താ മലക്കുകൾ പറയുന്നത്? നമ്മൾ ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക, ഞാൻ ഇതാ വരുന്നു. അപ്പം മലക്കുകൾ പറയും ലബ്ബൈക വസഅദൈക, വേഗത്തിൽ വന്നോ, വിജയത്തിലേക്ക് വന്നോ.
നമ്മൾ വീണ്ടും ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്. മലക്കുകൾ പറയും ലബ്ബൈക് വസഅദൈക്, വേഗത്തിൽ വന്നോ, സൽക്കാരത്തിലേക്ക് വന്നോ. നമ്മൾ പിന്നെയും പറയും ലബ്ബൈക് അല്ലാഹു, മലക്കുകൾ പറയും ലബ്ബൈക് വസഅദൈക്, വേഗത്തിൽ വന്നോ, സ്വർഗത്തിലേക്ക് വന്നോ. അല്ലാഹു റബ്ബി. ഇവിടെ ഒരു 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 കണ്ണീരിൻ്റെ ഒരു വിഷയം ഹദീസ് പൂർത്തീകരിക്കുന്നുണ്ട്. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ചില ആളുകൾ ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക പറയുമ്പോൾ തന്നെ മലക്കുകൾ പറയും ലാ ലബ്ബൈക വലാ സഅദൈക, പോടാ പോടാ, നീ ഇങ്ങോട്ട് വരണ്ട, നിന്റെ മുതൽ ഹറാമാണ്, നിന്റെ വസ്ത്രം ഹറാമാണ്, നീ ഉണ്ടാക്കി വെച്ച എല്ലാം ഹറാമാണ്, ഹറാമ് കൊണ്ട് ഇങ്ങോട്ട് വരണ്ട. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് ആ കാര്യത്തിൽ ജാഗ്രത വേണം, ആ കാര്യത്തിൽ ജാഗ്രത വേണം. നിങ്ങൾ ധരിച്ചിരിക്കുന്ന ഈ ഡ്രസ്സ് പോലെയാണോ എൻ്റെ ഡ്രസ്സ്? നിങ്ങളിങ്ങനെ പോകുമ്പോൾ ഇപ്പോൾ ഒരു പൊടി വാറിയാൽ അത്ര അറിയില്ല. ഞാനോ അപ്പോൾ ഒരു വെള്ള ഡ്രസ്സ് ധരിച്ച് എനിക്ക് ജാഗ്രത കുറച്ച് കൂടും അല്ലേ? ഞാൻ എവിടെ ഇരിക്കുകയാണെങ്കിലും ഒന്ന് നോക്കിയിട്ട് ഒന്ന് കൈ കൊണ്ട് ഒന്ന് തടവിയിട്ടേ ഇരിക്കുള്ളൂ. അതെന്താ? വെള്ള വസ്ത്രത്തിൽ പെട്ടെന്ന് അല്ലേ? നമ്മളിപ്പോൾ ശരീരവും മനസ്സും വെള്ള വസ്ത്രമാണ് അല്ലേ? അപ്പം നമ്മളെ ജാഗ്രത നല്ല പോലെ. ഹജ്ജിന് ഉപയോഗിച്ച പണം, സാധന സാമഗ്രികളെല്ലാം അത് പൊരുത്തപ്പെട്ടതാവണം. അള്ളാഹു സ്വീകരിക്കട്ടെ. ശരി, ഇപ്പം നമ്മൾ ഹജ്ജിന് ചെന്ന് മക്കയിൽ താമസിക്കുന്നവർ മക്കത്തെത്തി. മദീനയിൽ നിന്ന് ഹജ്ജിന് ഇഹ്റാം ചെയ്ത് വന്നവർ അവരും മക്കത്തെത്തി. അവരിവിടെ എത്തി, മക്കത്തെത്തി. എന്നാൽ പിന്നെ നമ്മൾ പോവല്ലേ? അതെന്താ നിങ്ങളൊരു ആലോചന? അവിടെ വെച്ച് നിങ്ങൾ നമ്മൾ ഒഴിവാക്കിയോ? അള്ളാഹു ഖൈർ തരട്ടെ. നമുക്ക് പോകേണ്ട ആദ്യത്തെ സ്ഥലം ഹജ്ജുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ പോകേണ്ട ആദ്യത്തെ സ്ഥലം മിന. എന്താ പറയാ? മുനാക്കറഹിം. ദുൽഹിജ്ജ 8-ന് രാവിലെ പുറപ്പെട്ട് ളുഹറിന് മുമ്പ് എല്ലാവരും മിനയിലെത്തണം. അതാണ് ടൈം. പിന്നെ ജനങ്ങളെ തിരക്കിനനുസരിച്ച് ചിലപ്പോൾ തലേന്ന് രാത്രി തന്നെ സുബൈക്ക് മുമ്പ് തന്നെ ഒക്കെ പുറപ്പെടും. നമ്മൾ പോകേണ്ടത് ദുൽഹിജ്ജ മാസം 8 രാവിലെ. ചിലപ്പോൾ 7-ൻ്റെ അന്ന് രാത്രി തന്നെ മുത്തവ്വിമാർ കൊണ്ടുപോകും. ഈ പ്രാവശ്യം കണക്ക് 23 ലക്ഷം ആളുകളാണ് ഈ പ്രാവശ്യം ഇപ്പോൾ റെഡി ആയത്. ഇനി GCC രാഷ്ട്രങ്ങളിൽ നിന്ന് 2 ലക്ഷം കൂടി വരുമെന്നാണ് പ്രതീക്ഷ. അപ്പോൾ നമുക്ക് ഈ പ്രാവശ്യം 25 ലക്ഷം ആളുണ്ടാവും. 25 ലക്ഷം ആളുകളെയും ഉച്ചക്ക് 10 മണി ളുഹറിന് മുമ്പ് മിനയിലെത്തിക്കണം. അപ്പോൾ അതനുസരിച്ചുള്ള ഒരു റിപ്പോർട്ടിങ്ങിൽ വരും അത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ദുൽഹിജ്ജ 8. അതിന് കിതാബിൽ പറയുന്ന പേര് യൗമുത്ത് തർവിയ എന്നാണ്. എന്താ പറയാ? യൗമുത്ത് തർവിയ, ദാഹം തീർക്കുന്ന ദിവസം. രണ്ട് അർത്ഥത്തിനാണ്. ഒന്ന്, പഴയ കാലത്ത് കാറിലും മോട്ടോറിലും അല്ല പോണത്, ഒട്ടകപ്പുറത്താണ്. അപ്പോൾ 8, 9, 10 ഈ ദിവസങ്ങൾക്കൊക്കെ യാത്ര ചെയ്യാനുള്ള വെള്ളം ഒട്ടകത്തെ കൊണ്ട് കുടിപ്പിക്കും. പോകുന്ന ആളുകൾ വെള്ളം കാര്യങ്ങളൊക്കെ റെഡിയാക്കി തയ്യാറാക്കി പോകും. നമ്മുടെ മനസ്സിനൊരു ദാഹമുണ്ട് അല്ലേ? ആ ദാഹവും അതാണ് യൗമുത്ത് തർവിയ. ദുൽഹിജ്ജ 8 എവിടെ പോകണം? മിനയിലേക്ക് പോകണം. എന്നാ പോവല്ലേ? ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത. ഒരു ടിഷ്യൂ പേപ്പർ ഉണ്ടോ? ചെറിയൊരു കാര്യം പറയട്ടെ, നിങ്ങൾ വേറെ ആരോടും പറയണ്ട. നമ്മൾ തമ്മിലുള്ള ഒരു സ്വകാര്യം, നിങ്ങൾ ത്വാഹ ഉസ്താദിൻ്റെ ഒക്കെ ആളുകളായതുകൊണ്ട് ഞാനൊരു സ്വകാര്യം പറയാം. നിങ്ങൾ വേറെ ആരോടും പറഞ്ഞ് ബേജാറാക്കണ്ട. പറയണോ? ആവശ്യമില്ലെങ്കിൽ പറയുന്നില്ല. വെറുതെ കൊടുക്കുന്ന രീതിയില്ല. ഒരാവശ്യപ്പെട്ട ആൾക്ക് കൊടുക്കുക, അപ്പോഴേ അതിനൊരു മൂല്യം ഉണ്ടാവുള്ളൂ. അതാണ് ഹരിജനങ്ങൾക്ക് സർക്കാർ പശുവിനെ കൊടുക്കും അല്ലേ? അവരാഴ്ചയിലേ കുളിക്കുള്ളൂ, പശുവിനെ ദിവസം കുളിപ്പിക്കാം. പിന്നെ ആ പശുവിനൊന്നും കാണാതായില്ല. ഒരാവശ്യപ്പെട്ടിട്ട് കുളിക്കാം. ആവശ്യമുണ്ടോ? ഒരു സ്വകാര്യം പറയാം. എന്താണെന്നറിയാം? മക്കയിൽ നിന്ന് മിനയിലേക്ക് നടന്നു പോവുകയാണെങ്കിൽ, ആണുങ്ങൾ നടക്കുകയാണെങ്കിൽ 1 മണിക്കൂർ, സ്ത്രീകളാണ് നടക്കുന്നതെങ്കിൽ 60 മിനിറ്റ്. അത്രയാണ് വഴിദൂരമുള്ളത്. നിങ്ങൾ 2 കൂട്ടരും വാഹനത്തിൽ പോകുകയാണെങ്കിൽ 3 മണിക്കൂർ. ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം. ഇത് നമ്മൾ തമ്മിലുള്ളൊരു സ്വകാര്യം പറഞ്ഞതാണ്.
എൻ്റെ ഒരു അനുഭവത്തിൽ ഞാൻ പറഞ്ഞതാണ്, മനസ്സിലേ? അപ്പോൾ മക്കത്തുൽ മുക്കറമയിൽ നിന്ന് നടന്നു പോകാൻ നല്ല പന്തലുണ്ട്. നമ്മളെ ഈ ആസ്പെറ്റോസ് സീറ്റ് ഇട്ടിട്ട് ഒരു വരിയിൽ ഇങ്ങനെ വരിയായിട്ട് നിൽക്കാൻ തീരുമാനിച്ചാൽ, നമ്മളിപ്പോൾ എത്ര പേരുണ്ട് ഈ നിൽക്കുന്ന ആളുകൾ, ഈ ഇരിക്കുന്ന ആളുകൾ എത്ര പേരുണ്ട്? സുമാർ 100 പേരുണ്ട് അല്ലേ? നമ്മൾ മക്കത്ത് പോയിട്ട് നടക്കുന്ന വഴിയിൽ ഇങ്ങനെ ലൈനായിട്ട് നിന്നാൽ 1500 ആളുകൾക്ക് ഒറ്റ ലൈനിൽ നിൽക്കാം. അത്രയും വിശാലമായ വഴി നടക്കാനായിട്ടുണ്ടാക്കിയതുണ്ട്. അതിൻ്റെ ഉള്ളിൽ വാഹനം കയറൂല, അതിനകത്തേക്ക് ഏത് കയറൂല, വാഹനം കയറൂല. അതാണ് നടപ്പന്തൽ. അത് എവിടെ നിന്ന് തുടങ്ങും? കഅബ ശരീഫിൻ്റെ അപ്പുറത്തൊരു ടണൽ, ആ ടണലാണ് കടന്നാൽ ഈ പന്തലിലേക്കാണ്. പന്തലിലൂടെ നേരെ നടന്നാൽ 6 കിലോമീറ്റർ മിനാ താഴ്വര. അള്ളാഹു എത്തിക്കട്ടെ. ഇനി നിങ്ങൾക്ക് അങ്ങനെ പോയിട്ട് ഇങ്ങനെ വാഹനം പോകുമ്പോൾ അങ്ങനെ പോയി അങ്ങൊന്ന് തിരിച്ച് അങ്ങോട്ട് പോയി പിന്നൊന്ന് റൗണ്ട് ഹോട്ടൽ ഇങ്ങോട്ട് വന്ന് അങ്ങനെയൊക്കെ ഒന്ന്, ഡ്രൈവർക്കാണല്ലോ ലൈസൻസ്, നടക്കുന്ന ആൾക്ക് ലൈസൻസ് ഉണ്ടോ? അപ്പം നമുക്ക് സീത പോകാം. നിങ്ങൾ ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. രാവിലെ ദുൽഹിജ്ജ മാസം രാവിലെ 8 മണിയാകുമ്പോഴേക്കും ഒരു 50% ഹാജിമാർ മിനയിലെത്തും. രാത്രി ഉച്ചയ്ക്ക് 12 മണിയാകുമ്പോഴേക്കും ഈ വർഷം ഹജ്ജിന് വന്ന 90% ഹാജിമാരും മിനയിലെത്തി. ഇനി നിങ്ങൾ കാണുന്നത് ഒരു വല്ലാത്ത അത്ഭുതമാണ്. നമ്മൾ മിനയിലേക്ക് എത്തുമ്പോൾ അവിടെ ആരുമില്ല. മിനയിൽ ആൾ താമസം ഇല്ല. മിനയിൽ ഒരാൾക്ക് ബിൽഡിംഗ് എടുത്തുകൊണ്ട് താമസിക്കാൻ പാടില്ല. ആ പുണ്യഭൂമി അത് ആ ഒരൊറ്റ സമയത്തേക്കുള്ള ശ്രേഷ്ഠമായ സ്ഥലമാണ്. അപ്പോൾ മണിക്കൂറുകളെ കൊണ്ട് ജനസാഗരം മിനയാകെ മാറി. എവിടെ നോക്കുമ്പോഴും ജനം. കാണുന്ന ജനങ്ങളൊക്കെ വെള്ള ഡ്രസ്സ്, കാണുന്ന പെണ്ണുങ്ങളൊക്കെ ഇങ്ങനെ വർദ്ധ ധരിച്ചിട്ട്. അല്ലാഹു റബ്ബി. ഇടക്കിടക്ക് ചീറിപ്പായുന്ന പോലീസിൻ്റെ വാഹനങ്ങളും ഇടക്കിടക്ക് ആംബുലൻസുകളും മുകൾ ഭാഗത്ത് ഇങ്ങനെ വട്ടമിട്ട് കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഏതും ഇതെല്ലാം കൂടിയായിട്ട് മിന ഒരു വല്ലാത്ത. ആ ഇടക്ക് നമ്മളിങ്ങനെ നോക്കുമ്പോൾ മിന അതിർത്തിയിലങ്ങ് കൊണ്ട് ചെന്നപ്പോൾ ഒരു വലിയ കെട്ടിടം, വലിയൊരു കെട്ടിടം, അതിൻ്റെ പരിസരത്ത് നല്ല പാലം. എന്താണ് ഈ കെട്ടിടം? ഇതിപ്പോൾ പുതുതായി എറിയുന്ന സ്ഥലത്ത് വന്നതാണ്. നമുക്ക് കണ്ടാൽ കെട്ടിടം എന്നാ തോന്നുക. ആ എറിയുന്നതിൻ്റെ അണ്ടർഗ്രൗണ്ട്, ഗ്രൗണ്ട്, ഫസ്റ്റ്, സെക്കൻഡ് അതിന് തയ്യാറാക്കിയതാണ് ഈ മിനയുടെ അതിർത്തിയായി. അവിടെ നിന്ന് കുറച്ചൊന്ന് അങ്ങോട്ട് നോക്കി, നിങ്ങൾ ഒന്ന് എൻ്റെ കൂടെ ഒന്ന് നോക്കാട്ടെ. കണ്ടോ? ഒരു വലിയ പള്ളി, മുനാരങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന പള്ളി. ആ പള്ളിയുടെ പേര് ഞാനിപ്പോൾ പറയാം.